ഗുഡ് ഈവനിങ് ഓൾ. എടാ ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്തറിയോ. പിന്നെ ആ സൈഡിൽ കാണുന്ന കൈയിന്റെ ബട്ടൺ അത് ഹായ് കാണിക്കാനുള്ള ബട്ടൺ അല്ല, അത് ഹാൻഡ് റൈസ് ബട്ടൺ ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ ഡൗട്ട് ചോദിക്കാനോ സംശയങ്ങളുണ്ടെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ അലോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും കൂടെ മൈക്ക് ഓൺ ആയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ഹായ് ബട്ടൺ അല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ ആണല്ലേ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറയാം. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട്, അതായത് നമുക്കറിയാം പരീക്ഷ എഴുതുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത്. പല ആളുകളും നമ്മൾ ഇതിനു മുമ്പ് പല മണ്ടത്തരങ്ങളും പോയി ചാടാറുണ്ട്. കൃത്യമായിട്ട് എങ്ങനെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം എന്നറിയില്ല. എന്നിട്ട് നല്ല മാർക്ക് ഉണ്ടാവും എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് ലാസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം അയ്യോ ഇതിന് നല്ല പോസ്റ്റ്, ഇതിന്റെ കട്ട് ഓഫ് കുറവാണ്, എനിക്ക് ആ പോസ്റ്റ് കിട്ടുമായിരുന്നു, ഈ പോസ്റ്റ് കിട്ടുമായിരുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടുന്നത് കിട്ടിയിട്ട് പോവാം. ഏതൊരു വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ടോപ്പ് 10 എത്തിയ ഒരാളുടെ പ്രിഫറൻസ് ടി എ ആയിരുന്നു, ടാക്സ് അസിസ്റ്റന്റ്. അല്ല മനഃപൂർവ്വം കൊടുത്തതാണോ അതുപോലെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത പോലെ മാറിപ്പോയതാണോ എനിക്കറിയില്ല. അങ്ങനത്തെ സംഭവിച്ചിട്ടുണ്ട് കേട്ടാ. പല ആളുകൾ ഇപ്പോഴും പല ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പലപ്പോഴും പല പോസ്റ്റുകളെ പറ്റി നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും നമ്മൾ മലയാളികൾക്ക് എടുക്കുന്ന ചില പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഇൻകം ടാക്സ്, GST, ടാക്സ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ പോസ്റ്റുകളൊക്കെ ഉണ്ട്, പ്രിവെന്റീവ് ഓഫീസർ, എക്സാമിനർ. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ നമ്മോട് സംസാരിക്കാൻ ഇതിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള പല ആളുകളും ഉണ്ട്. അപ്പൊ അവരൊക്കെ, കാരണം ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ വെറുതെ എനിക്കറിയാത്ത പോലെ ഞാൻ കേട്ടറിവിനെ പറ്റി പറയുന്നതിനേക്കാളും നല്ലത് ഇത് അറിയുന്ന ആളുകൾ പറയുന്നതാണ്. അപ്പൊ അവരൊക്കെ ഇവിടെ മീറ്റിംഗിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അതിനെപ്പറ്റി ചില ചുരുങ്ങിയ വാക്കുകൾ നിങ്ങൾക്ക് എന്ത് അതിനെപ്പറ്റി പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാനൊക്കെ വർക്ക് ചെയ്ത് GST-യിലും CBI-യിലും ആണ്. എനിക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുള്ളൂ. ഞാൻ വെറുതെ അറിയാത്ത കാര്യങ്ങൾ വെറുതെ, ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉള്ള കാര്യങ്ങളും മറ്റതൊക്കെ ഉണ്ടാവും. ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകളും വെറുതെ സംസാരിച്ച് കുറെ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാം. അപ്പൊ അതൊന്നും വിശ്വസിക്കരുത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കുക, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിലെ വേക്കൻസി കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ഓൾറെഡി പലരും നോക്കിയിട്ടുണ്ടാവും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഇതിന്റെ വേക്കൻസി, എത്ര വേക്കൻസി ഓരോ പോസ്റ്റിനും ഉണ്ട്, കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ട്, കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാൻ. പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു എന്താ പറയാ കൃത്യമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അല്ല, എന്നാലും നമ്മുടെ റാങ്ക് ഇത്രയും, പിന്നെ നമ്മുടെ SSC മലയാളി കുട്ടികളുടെ വെച്ച് നോക്കിയിട്ടുള്ള ഒരു ചെറിയൊരു റാങ്ക് ലിസ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് പൊസിഷൻ ഏകദേശം ഉണ്ട്, എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിർത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അവർ ഓരോരുത്തരായിട്ട് വിളിച്ച് ജസ്റ്റ് അവരെ പോസ്റ്റിനെ പറ്റി പറയാം കേട്ടോ. നമുക്ക് ആദ്യം അതിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരോട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് അതുൽ സാർ ഉണ്ടോ? അതുൽ സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. ഉണ്ടല്ലേ, ഓക്കെ. അപ്പൊ അതുൽ സാർ ഇപ്പൊ GST ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ GST-യെ പറ്റി നമ്മൾ പൊതുവെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു പോസ്റ്റാണ് ലെവൽ 7 നമ്മൾ GST ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയും അതിന്റെ അണ്ടറിൽ താഴെ വരുന്ന എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പോസ്റ്റിനെ പറ്റിയും ജസ്റ്റ് ബ്രീഫ് ആയിട്ട് കാര്യങ്ങൾ കൃത്യങ്ങൾ അതുൽ സാർ നിങ്ങളോട് പറയും കേട്ടോ. അതിൽ സംസാരിച്ചു. ഹലോ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ, ആദ്യമായി എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഈ ഒരു SSC CGL എക്സാം എന്ന് വെച്ചാൽ വളരെയധികം ആൾക്കാർ എഴുതി, കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു എക്സാം ക്ലിയർ ചെയ്ത് ഈ ഒരു പോയിന്റിൽ എത്തിയ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഞാനിപ്പം കറന്റ്ലി ഇപ്പോൾ GST ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. കേരള സോണാണ് വർക്ക് ചെയ്യുന്നത് കറന്റ്ലി. അപ്പം ഞാൻ അധികം സമയം കളയുന്നില്ല. ഇവിടെ ഹൗ ടു ഫിൽ പോസ്റ്റ് പ്രിഫറൻസിന് റിഗാർഡിംഗ് ആണ് ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ പോസ്റ്റിനെ പറ്റി ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഹലോ, പറഞ്ഞു അതിൽ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ബേസിക്കലി നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, നമ്മുടെ GST ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പേ ലെവൽ 7, അതായത് 44,900 ഗ്രേഡ് പേയിലുള്ള പോസ്റ്റാണ്. അതായത് ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് പോസ്റ്റ്. സംശയമുള്ളവർക്ക് ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പം ബേസിക്കലി ഇൻസ്പെക്ടർ നിങ്ങൾ കയറുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ് ആയിരിക്കും നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസിൽ. എനിക്കറിയില്ല ഇപ്പോഴത്തെ എന്താണ് അവസ്ഥ എന്നറിയില്ല. അപ്പം പോസ്റ്റ് പ്രിഫറൻസിൽ ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടാവും, ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST സെൻട്രൽ എക്സൈസ് അല്ലെങ്കിൽ GST മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അതിന് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറയാണ്, ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ് അല്ലെങ്കിൽ സെൻട്രൽ GST എന്നുള്ളത് GST മാത്രമല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കസ്റ്റംസിലും കൂടി നിങ്ങൾ വർക്ക് ചെയ്യും. അതായത് കേരളത്തിൽ, ഞാനിപ്പം കേരള സോൺ വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ
പ്രധാനപ്പെട്ട 3 എയർപോർട്ടുകൾ, അതായത് കോഴിക്കോട് എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, ട്രിവാൻഡ്രം എയർപോർട്ട്, ഇത് 3ഉം GSTയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് ബൈ ഡിഫോൾട്ട്. അതായത് നിങ്ങളൊരു ഒരു 10 പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 8 പോസ്റ്റിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ സെൻട്രൽ GST അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് കയറിയവരാണ്. ഓക്കെ. അപ്പം ഇതേപോലെ തന്നെ GSTയിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റംസിൽ വർക്ക് ചെയ്യാം. GST തന്നെ നിങ്ങൾക്ക് ഓൾ കേരള. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു കാര്യം കൂടെ, ഇപ്പം അറ്റ് പ്രസന്റ് സോണൽ ഇന്റർ സോണൽ ട്രാൻസ്ഫർ അലൗഡ് അല്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരു പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പുറത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിന്റെ പുറമെ ഒരു പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഉള്ളിലേക്കോ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കാര്യം ആ ഒരു ഇന്റർ സോണൽ ട്രാൻസ്ഫർ ബാൻഡാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എവിടെയാണോ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് പോസ്റ്റിംഗ് കിട്ടിയത് അവിടെ തന്നെ ആസ് ഓഫ് നോ, അതായത് വേറെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഒന്നും വരാത്തിടത്തോളം കാലം നിങ്ങൾ അതേ റീജിയൻ അല്ലെങ്കിൽ അതേ സോണിൽ തന്നെ നിന്നായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ. അപ്പൊ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യൂണിഫോം പോസ്റ്റ് ആണ്. അപ്പം സെൻട്രൽ GST ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും യൂണിഫോം പോസ്റ്റ് ആണ്. യൂണിഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 സ്റ്റാർ 3 സ്റ്റാർ ഉള്ള കാക്കി യൂണിഫോം ആയിരിക്കും നമ്മുടെ GST ഇൻസ്പെക്ടർക്ക് ഉണ്ടാവുക. കസ്റ്റംസ് ഇൻസ്പെക്ടറിന് എയർപോർട്ടിൽ വർക്ക് ചെയ്യുമ്പം വൈറ്റ് യൂണിഫോം ആയിരിക്കും. അപ്പം ഇതൊന്നും റെലവെന്റ് അല്ല, പക്ഷെ ജസ്റ്റ് ഒരു എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ആണ്. നിങ്ങൾ GST ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല ഫീൽഡ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു കസ്റ്റംസിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, GSTയിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഓഡിറ്റ് വിങ്സ് ഉണ്ട് ഡിഫറെന്റ്. കാര്യം നമ്മൾ ഇപ്പം പല കടകളും GST ഓഡിറ്റ്സ് നടത്തുന്നുണ്ട്. ഇപ്പം ഓഡിറ്റ് വിങ്സിൽ വർക്ക് ചെയ്യാം. അതായത് നമുക്ക് ഡെസ്ക് ജോബ് ആയിട്ട് വർക്ക് ചെയ്യാം. നമുക്ക് ഇതൊക്കെ ഫീൽഡ് ജോബാണ് ഓഡിറ്റ് ജോബ് വിങ്സ്. പിന്നെ ഇന്റലിജൻസ് ജോബ്സ് ഉണ്ട്. നിങ്ങൾ പലപ്പോഴും പല വാർത്തകളിലും കേട്ടിട്ടുണ്ടാവും DGGI അല്ലെങ്കിൽ GST ഇന്റലിജൻസ് അല്ലെങ്കിൽ DRI റവന്യൂ ഇന്റലിജൻസ് എന്നൊക്കെ പലപ്പോഴും പല തന്ത്രപ്രധാനമായ വാർത്തകളിലും കേട്ട വാക്കുകളായിരിക്കും ഇതൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് അധികവും ഉള്ളത് നമ്മുടെ GST അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്നുള്ള കാഡറിൽ തന്നെയാണ്. ഓക്കെ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പേഴ്സണലി ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ ഡിസ്ട്രിക്ട്സിലും ഓഫീസ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്ട്സിലും ഓഫീസ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പൊ വീട്ടിന്റെ അടുത്ത് നിന്ന് അത്യാവശ്യം നല്ലൊരു സാലറി, അതായത് ഒരു ഹാൻഡി സാലറിയിൽ നിന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസസ് ആയിരിക്കും. ഞാൻ അങ്ങനെ പറയല്ല. അപ്പൊ പലർക്കും പുറത്ത് പോയി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പുറത്ത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള പ്രിഫറൻസസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഓക്കെ. അത് ആ ഒരു രീതിയിൽ പറഞ്ഞില്ല. പക്ഷെ ചിലർക്കും ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ദൂരത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ GST ഇൻസ്പെക്ടർ. അടുത്തതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊമോഷൻ ലെവൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ സൂപ്രണ്ട് ആണ്. സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ 4800 ഗ്രേഡ് പേ. അത് നമ്മുടെ ഗസറ്റഡ് റാങ്കിലേക്ക് വരും. ഓക്കെ. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ നിങ്ങൾ പറയാം. ഞാൻ അതിനെ പറ്റിയുള്ള എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇവിടെ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ടായിരിക്കും ജനറൽ ആയിട്ട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നിച്ച് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ അടുത്തത് കിരൺ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കറിയാം, അപ്പൊ അതിൽ പറഞ്ഞു ഇപ്പൊ GSTയിൽ കയറിയാണ് നമ്മൾ GSTയിലും കസ്റ്റംസിലും വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ പ്രിവന്റീവ് ഓഫീസർ എന്താണെന്ന് ഡൗട്ടുള്ള ചില ആളുകളുണ്ട്. കാരണം പ്രിവന്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതും കസ്റ്റംസ് ആണ്. കിരൺ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. കിരൺ. അപ്പോ കിരൺ ഇപ്പോ പ്രിവന്റീവ് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഈ പ്രിവന്റീവ് ഓഫീസറുടെ വർക്ക് എന്താണ് കാര്യങ്ങൾ? ഇപ്പൊ കസ്റ്റംസിൽ GSTയിൽ വർക്ക് ചെയ്യുമെങ്കിൽ പ്രിവന്റീവിൽ പോകാൻ പറ്റും. പിന്നെ പ്രിവന്റീവ് ഓഫീസർക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ അതിലൊന്ന് കിരൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരം. കിരൺ ഉണ്ടല്ലേ? ഓ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒന്ന് ഹാൻഡ് റൈസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കി ഞാൻ ഇവിടുന്ന് ആക്സെപ്റ്റ് ചെയ്തോളാം. ഓക്കെ, സംസാരിച്ചു. ഹലോ. കേൾക്കാം പറഞ്ഞു. ഹൈ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പം എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ഈ സ്റ്റേജ് വരെ എത്തിയതിന്.
അപ്പം അതിൽ ഒരു ഏകദേശം ഐഡിയ പറഞ്ഞിട്ടുണ്ട്, GST എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഒരു GSTയുടെ ഒരു സിസ്റ്റർ കൈൻഡ് ഓഫ് തിങ് ആണ്. അതായത് വലിയ വ്യത്യാസമൊന്നുമില്ല ഈ പറയാനായിട്ടാണെങ്കിൽ. ഗ്രേഡ് പേ ആണെങ്കിലും അതെ, വർക്ക് പ്രൊഫൈൽ വ്യത്യാസമുണ്ട്, പക്ഷെ ഗ്രേഡ് പേയുടെ കാര്യത്തിലും ആണ് മെയിൻ ആയിട്ടുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ പേ ലെവൽ 7 ആണ്, ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ്. ഹലോ കേൾക്കാമല്ലോ? ഹലോ കേൾക്കാവോ? കേൾക്കാം ഗീരൺ പറഞ്ഞു. ഓക്കെ ഓക്കെ. ഗ്രേഡ് പേ ലെവൽ 7 ആണ്, ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് ആയിട്ട്. ഇത് യൂണിഫോം ജോബാണ്. ലൈക്ക് ഹി സെഡ്, മെയിൻ ആയിട്ട് നമുക്ക് എയർപോർട്ടിൽ അല്ലെങ്കിൽ സീ പോർട്ടിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ യൂണിഫോം യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതല്ലാതെ നമുക്ക് ആക്ച്വലി മെയിൻലി പറയാനാണെങ്കിൽ ഇവിടെ നമ്മൾ കസ്റ്റംസ് കൊച്ചിൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. നമുക്ക് ആകെ 6 സോൺ ആണുള്ളത്: മുംബൈ, ഗോവ, കൊച്ചിൻ, ചെന്നൈ, വിശാഖപട്ടണം ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഇവിടെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് സിമിലർ മോഡസ് ആണുള്ളത്. നമുക്ക് സീ പോർട്ട്, എയർപോർട്ട്, പിന്നീട് വരുന്നത് നമ്മുടെ ഓഫീസ്. ഈ 3 സെക്ഷനിലായിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിങ്ങനെ മാറി മാറി വരും. ഒരു വർഷം എയർപോർട്ട് ആണെങ്കിൽ അടുത്ത വർഷം സീ പോർട്ട് ആയിരിക്കും, നെക്സ്റ്റ് ഇയർ ഓഫീസ് ആയിരിക്കും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിൽ എയർപോർട്ടിലും സീ പോർട്ടിലും യൂണിഫോം പോസ്റ്റ് ആണ്. ഈ യൂണിഫോം എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് വൈറ്റ്, ജസ്റ്റ് ലൈക്ക് ഹി സെഡ്, 3 സ്റ്റാർ ആയിട്ടുള്ള ഒരു യൂണിഫോം ആണ്. പിന്നെ ഇതിന്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇയർലി മാറിക്കൊണ്ടിരിക്കും. കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള പോസ്റ്റിങ്ങുകളാണ് മെയിൻലി ആയിട്ടിരിക്കുന്നത്. എയർപോർട്ട് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ഏരിയ ആണ്, സീ പോർട്ട് സെൻസിറ്റീവ് ആണ്, ഓഫീസ് അതിനേക്കാളും സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് പെർമനന്റ് ആയിട്ട് നമ്മൾ ഒരിടത്തിരിക്കുകയല്ല, നമ്മൾ ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ബെയർ മിനിമം പറയുവാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു 1.5 ഇയേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറുകൾ കിട്ടിക്കൊണ്ടിരിക്കും എമംഗ് ദീസ് 3 പ്ലേസസ്. പിന്നെ പ്രൊമോഷൻ ഉണ്ട്. പ്രൊമോഷൻ ഇപ്പൊ ഞാൻ GST പറഞ്ഞതുകൊണ്ട് അതിനെ കോൺട്രറി ആയിട്ട് പറയുകയാണ്. ലൈക്ക് എന്താണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ, പ്രൊമോഷൻ എന്റെ ഒരു അഭിപ്രായത്തിൽ അതിലും അറിയാം, 2 കേഡർ വെച്ച് നോക്കുമ്പോൾ, GST വെച്ച് നോക്കുമ്പോഴും പ്രിവെന്റീവ് വെച്ച് നോക്കുമ്പോഴും സ്റ്റാഫ് ഡിഫറൻസ് ഉണ്ട് പ്രൊമോഷനിൽ. 4600 നമ്മൾ കയറുന്നതെങ്കിലും 4800 ആണ് നെക്സ്റ്റ് പ്രൊമോഷൻ. പക്ഷേ GSTയിലെ പ്രൊമോഷൻ വെച്ച് നോക്കുമ്പോൾ പ്രിവെന്റീവിലെ കമ്പാരിറ്റീവിലെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇതിനേക്കാളും ബെറ്റർ ആണ് എക്സാമിനർ കേഡറിലേക്ക് വരുമ്പോൾ. എക്സാമിനർ എന്ന് പറഞ്ഞൊരു കേഡറും കൂടെ ഉണ്ട് നിങ്ങൾക്ക്, ഇൻസ്പെക്ടർ ഓഫ് കസ്റ്റംസ് എക്സാമിനർ. അതിന് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അതിനേക്കാളും ബെറ്റർ ആണ് പ്രിവെന്റീവ്. അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ലാഗ് ഉണ്ട് GSTയിലേക്ക് വരുമ്പോൾ. അതാണ് ഈ ഗ്രേഡ് പേയുടെ കാര്യം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഏകദേശം 2021 ജോയിൻ ചെയ്തത്. DPC ഹാപ്പൻസ് പ്രോപ്പർലി നമുക്കൊരു വിതിൻ നെക്സ്റ്റ് 1 to 2 ഇയേഴ്സ് നമുക്ക് നെക്സ്റ്റ് പ്രൊമോഷൻ പ്രതീക്ഷിക്കാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഫീൽ ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ദ സെയിം ക്യാൻ ബി സെഡ് ബൈ ദ GST. അതാണ് ഒരു വ്യത്യാസം. പിന്നെ പറഞ്ഞത് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് കാര്യം. അപ്പം അതൊരു വലിയ ഫാക്ടറാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയി വരണം, ഇല്ലെങ്കിൽ എന്റെ സ്വന്തം നാടിന്റെ അടുത്ത് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ GST ആണ് അതിന് കുറച്ചും കൂടെ ഒരു വയബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. നിങ്ങൾക്ക് 10-14 ജില്ലയുണ്ട്. 14 ജില്ലയിലും GSTയുടെ ഓഫീസ്. നമ്മൾ കസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒള്ളി ഇൻ കൊച്ചി. അത് പ്രത്യേകം മനസ്സിലാക്കുക, കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ കസ്റ്റംസിന്റെ ഓഫീസ്. കൊച്ചിയിൽ നിന്ന് വല്ലപ്പോഴും ഇൻ യുവർ കരിയർ, നിങ്ങളൊരു 30 വർഷത്തെ നിങ്ങൾക്ക് കരിയർ ഉണ്ടെങ്കിൽ മേ ബി ഒരു 4 to 5 ഇയേഴ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ GSTയിലേക്ക് നിങ്ങളെ എടുക്കുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കാരണം നിങ്ങളെ ചിലപ്പോൾ ഈ പറഞ്ഞ 3 എയർപോർട്ട് കാര്യം പറഞ്ഞല്ലോ, ട്രിവാൻഡ്രം, കണ്ണൂർ, കാലിക്കറ്റ്, ഈ 3 എയർപോർട്ടുകളിലേക്ക് എവിടേക്കെങ്കിലും നിങ്ങളെ പോസ്റ്റ് ചെയ്യാം. അതും ഫോർ എൻ ഇയർ ഓഫ് 1 or 2, 1-2 വർഷങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങളെ മാറ്റിയിടുകയുള്ളൂ. സോ പ്രിവെന്റീവ് കിട്ടുന്ന ഒരാൾ, അതായത് പ്രിവെന്റീവ് ഓഫീസറായിട്ട് എടുക്കുന്ന ഒരാൾ കേരളം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു മെജോറിറ്റി പോർഷൻ ഓഫ് ദർ കരിയർ വിൽ ബി ഇൻ കൊച്ചിൻ ഇറ്റ്സെൽഫ്. അടുത്ത നെക്സ്റ്റ് പ്രൊമോഷൻ കിട്ടും. അതായത് നമ്മളൊരു കൺഫേർഡ് IRs ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പുറത്തേക്ക് പോകുള്ളൂ. അതേസമയം GSTയിലാണെന്നുണ്ടെങ്കിൽ മേ ബി വൺസ് ഇൻ ഇയർ ഓർ വൺസ് ഇൻ 2 ഇയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് മാറാം. ഇപ്പം ഒരാൾക്ക് മലപ്പുറത്താണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ കോഴിക്കോട്ടേക്ക്, അടുത്ത വർഷം ചിലപ്പോൾ വയനാടേക്ക്, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളെ വീട്ടിലേക്കൊക്കെ വരാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രിവെന്റീവ് ഓഫീസർ എടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരു ഇടത്ത് തന്നെ അങ്ങനെ നിൽക്കാം എന്നുള്ളതാണ്. അങ്ങനെ ചിലപ്പോൾ താല്പര്യമുള്ളവർ കാണും, ഡൈനാമിക് ആയിട്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് മതി എന്നുണ്ടെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ മൈറ്റ് ബി എ ഗുഡ് ഐഡിയ. വിൽ ബി എ ഗുഡ് ഐഡിയ എന്നല്ല, മൈറ്റ് ബി എ ഗുഡ് ഐഡിയ. അപ്പൊ നിങ്ങൾ ആലോചിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ വർക്കിന്റെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടതേക്കുന്നത് ഡൈനാമിക് നേച്ചർ എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോ 4-5 വർഷമായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഞാനിത് 4 വർഷം എനിക്ക് 4 ജോലി കിട്ടിയ പോലാണ്. നമുക്ക് ഒരിക്കലും തോന്നുകയില്ല ഞാൻ ഇത് തന്നെയാണല്ലോ ഐ ബിൻ ഡൂയിങ് ദിസ് ഫോർ ലൈക്ക് 4 ഇയേഴ്സ്. എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര ഡൈനാമിക് ആണ്. നമുക്ക് ഒരു വർഷം പോലും നമുക്ക് തോന്നുകയില്ല ഇത് തന്നെയാണല്ലോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതെന്ന്. കൈൻഡ് ഓഫ് ഫ്രെയിം വർക്ക് ഒക്കെ സെയിം ആണെങ്കിലും വർക്കിന്റെ പ്രൊഫൈൽ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എയർപോർട്ടിലാണ്, കഴിഞ്ഞ വർഷം എയർ കാർഗോയിലായിരുന്നു, അതിന് മുമ്പ് ബോണ്ട് സെക്ഷൻ ആയിരുന്നു, അതിന് മുമ്പ് പബ്ലിക് റിലേഷൻസ്. സോ ലൈക്ക് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല ഞാൻ വേറെ ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റക്ക് ഔട്ട് ആയി നിൽക്കുകയാണ്. ഇതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡന്റ് സേ മച്ച് ഓഫ് എ നെഗറ്റീവ് പോയിന്റ് ഉണ്ടെന്നുള്ളത്. കാരണം ലൈക്ക് ഇതുവരെ കയറിയിട്ട് എനിക്ക് ഇത് തോന്നിയിട്ടില്ല, ഇത് എടുക്കണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നെഗറ്റീവ് പോയിന്റ്സ് കുറച്ചേ ഉള്ളൂ. പിന്നെ എല്ലാ സർക്കാർ ഓഫീസിലും കാണുന്ന കുറെ റെഡ് ടൈപ്സ് ഉണ്ടെന്നുള്ളതല്ലാതെ ബാക്കിയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സോ എനിക്ക് ഒരു ബേസിക് ഐഡിയ. പിന്നെ ഡെപ്യൂട്ടേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ ഈ DGGയിലും
DRIയിലൊക്കെ ഇപ്പൊ പറഞ്ഞു മെജോറിറ്റി കേഡർ എടുക്കുന്നത് GST എന്നുള്ളത്. ദാറ്റ് ബീങ് ട്രൂ, അത് ശരിയാണ്. മെജോറിറ്റി നിങ്ങൾ എവിടെ നോക്കിയാലും കാണുന്നത് GST ആൾക്കാരായിരിക്കും. ഇൻടേക്ക് ഇപ്പോൾ നിങ്ങളിപ്പോ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളതും GST-യിലായിരിക്കും. സോ മെജോറിറ്റി ആൾക്കാരും എക്സൈസിൽ നിന്ന് അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസിൽ നിന്ന് GST ആയിരിക്കും. 10 8 പേരുണ്ടെങ്കിൽ 2 പേര് പ്രിവെന്റീവ് എന്നായിരിക്കും. അങ്ങനെ 2 പേര് ഇവിടെ നിന്നായിരിക്കും. ഒരു 80% GST. ഇതാണ് ബേസിക് ആയിട്ടുള്ള വർക്ക് പ്രൊഫൈൽ. ഐ ഹോപ്പ് കുറച്ചൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ജനറൽ ഡിസ്കഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ പ്രിവെന്റീവ് GST കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഈ CBIC ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ തന്നെ വരുന്ന മൂന്നാമതൊരു ലെവൽ 7 പോസ്റ്റ് ആണ് എക്സാമിനർ പോസ്റ്റ്. അപ്പൊ എക്സാമിനർ പോസ്റ്റിനെ പറ്റി സിദ്ധാർത്ഥ് ഉണ്ടല്ലേ? സിദ്ധാർത്ഥ് എക്സാമിനർ പോസ്റ്റ് പലർക്കും പ്രിവെന്റീവ് ഓഫീസിന് അറിയാം, GST അറിയാം, പലർക്കും അറിയാത്തൊരു പോസ്റ്റാണ് എക്സാമിനർ. എന്ന വളരെ നല്ലൊരു പോസ്റ്റാണ്. അപ്പൊ അതിനെപ്പറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് കൂടെ സംസാരിക്കും. സിദ്ധാർത്ഥ് സംസാരിച്ചോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ. ഇപ്പം ഗുഡ് ഈവനിങ് എല്ലാവർക്കും. എക്സാം ക്ലിയർ ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. മുന്നേ ഇപ്പം അതിലും കിരൺ സാറും പറഞ്ഞ പോലെ തന്നെ എക്സാമിനറും ഇൻസ്പെക്ടർ ഓഫ് കസ്റ്റംസ് എന്നാണ്. ഇൻസ്പെക്ടർ ഓഫ് കസ്റ്റംസ് എക്സാമിനർ. സിമിലർലി ഗ്രൂപ്പ് ബി നോൺ ഗസ്റ്റഡ് പോസ്റ്റ് ആണ്. 4600 ഗ്രേഡ് പേ. ഇപ്പൊ കൊച്ചിൻ കസ്റ്റംസ് എടുക്കുകയാണെങ്കിൽ മേജർ ഇപ്പം മുന്നേ പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ്ലി പോസ്റ്റിംഗ് കൊച്ചിയിലായിരിക്കും. എക്സാമിനറിലെ പ്രിവെന്റീവ് പോസ്റ്റ് എന്താണ് ആർക്കെങ്കിലും ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ തന്നെ പോസ്റ്റിംഗ് വേണമെന്നുള്ള ഒരാൾക്ക് എടുക്കാൻ പറ്റിയൊരു പോസ്റ്റാണ്. എക്സാമിനറിലെ PO രണ്ടുമായും. പിന്നെ വ്യത്യാസം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ PO ഒരു യൂണിഫോം പോസ്റ്റാണ്. ഇൻസ്പെക്ടർ ഓഫ് കസ്റ്റംസ് എക്സാമിനർ യൂണിഫോം ഇല്ലാത്തൊരു പോസ്റ്റാണ്. പോസ്റ്റിംഗ് മെയിനായിട്ട് വരുന്ന എയർപോർട്ട്, സീപോർട്ട്, അതേപോലെ ഓഫീസും. നേരത്തെ PO പ്രിവെന്റീവ് ഓഫീസർ പറഞ്ഞ പോലെ തന്നെ 1.5 years ആയിരിക്കും ഓരോ പോസ്റ്റിങ്ങിലുള്ള ടെന്യൂർ. 1.5 എയർപോർട്ട് മാറി സീപോർട്ട്, അതിങ്ങനെ സെൻസിറ്റിവിറ്റി നോൺ സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പ്രൊമോഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പം കേസ് പറയുകയാണെങ്കിൽ PO ആയിക്കോട്ടെ എക്സാമിനർ ആയിക്കോട്ടെ പ്രൊമോഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. 4 to 5 years നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടും. ഇപ്പം എക്സാമിനറിന്റെ കേസ് ആണെങ്കിൽ 2018 CGL ബാച്ച് 2020 അവർ ജോയിൻ ചെയ്തത്. അവരെ പ്രൊമോഷൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു എക്സാമിനർ. പിന്നെ വേറൊരു പ്രശ്നം അല്ലെ, പ്ലസ് ആണോ മൈനസ് ആണോ എന്നറിയില്ല, എക്സാമിനേഴ്സ് പ്രൊമോഷൻ ആകുമ്പോൾ നമ്മുടെ സീനിയോറിറ്റി വരുന്നത് കമ്പൈൻ ചെന്നൈ സോണിലാണ്. അപ്പം ഇൻ കേസ് കൊച്ചി സോണിൽ വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ചെന്നൈയിലേക്ക് പോകേണ്ടി വരും. ചെന്നൈയിലൊരു 1 to 2 years അപ്രൈസറാണ് പ്രൊമോഷൻ വരുന്നത്. സൂപ്രണ്ട് അല്ല, എക്സാമിന് പ്രൊമോട്ടായി അപ്രൈസർ ആകുമ്പോൾ ഇവിടെ ഇൻ കേസ് കൊച്ചിയിൽ വേക്കൻസി ഇല്ലെങ്കിൽ ചെന്നൈ പോകേണ്ടി വരും. ചെന്നൈ പോർട്ടിൽ ഒരു 1 or 2 years അവിടെ സെർവ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ട്രാൻസ്ഫറിൽ കൊച്ചിയിലേക്ക് തിരിച്ചു വരാം. വേറെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങൾ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ. ഇവർ ജസ്റ്റ് വായിക്കും. ഇവർക്ക് നമ്മൾ എന്തായാലും 2 3 പേരും കൂടെ സംസാരിക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് ജനറലായിട്ട് ഡിസ്കഷനിൽ നിങ്ങളുടെ ജനറലായിട്ട് ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്കറിയാം റഷീദ് സാർ ഇതുപോലെ GST-യിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിന് മുമ്പ് CGD ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഓഡിറ്റർ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഈ ഓഡിറ്ററിലൊക്കെ മറ്റേ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയിട്ട് ലെവൽ 8 പോകാന്നൊക്കെ പറഞ്ഞ് പലതും കേൾക്കുന്നുണ്ട്. അപ്പൊ ഓഡിറ്ററിൽ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റഷീദ് സാർ. അപ്പൊ റഷീദ് സാർ CGD ഓഡിറ്ററെ പറ്റിയും കാര്യങ്ങൾ അതിന്റെ റഷീദ് സാർ ഉണ്ടോ? റഷീദ് സാർ ഹാൻഡ് റൈസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കി ഞാൻ ഇവിടുന്ന് അക്സെപ്റ്റ് കൊടുക്കും. ഓക്കെ, റഷീദ് സംസാരിച്ചു. ഹലോ റഷീദ് സംസാരിച്ചോളൂ കേട്ടോ. കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. റഷീദ് സംസാരിച്ചാൽ മതി. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തോ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് അതിന് വേറൊരാളെടുത്ത് പോയിട്ട് നമുക്ക് റഷീദ് സാറടുത്ത് അടുത്ത നമുക്ക് ഇൻകം ടാക്സ്. പല ആൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് ലെവലിൽ ചൂസ് ചെയ്യുന്ന 2 പോസ്റ്റ്, ഒന്ന് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും പിന്നെ ഒന്ന് ASO, ഒരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അപ്പൊ ഇൻകം ടാക്സിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലിയർ ചെയ്ത് കയറിയ വൈഷ്ണവ് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഉണ്ടല്ലോ അല്ലേ?
വൈഷ്ണവ് ലൈവിലുണ്ടോ? ഓക്കെ ഓക്കെ, വൈഷ്ണവ് സംസാരിച്ചു. സംസാരിച്ചോളൂ വിഷ്ണു. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്, ഇതുവരെ ഈ ഒരു സ്റ്റേജ് വരെ എത്തി. ആൻഡ് ജോബ് പ്രൊഫൈലിനെ പറ്റി പറയുകയാണെങ്കിൽ അറിയാം, ലെവൽ 7 ആണ്, ഗ്രൂപ്പ് ബി, നോൺ ഗസ്റ്റഡ് പോസ്റ്റ്. ഇപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സെയിം. മുന്നേ കഴിഞ്ഞ വർഷമാണ് ഗ്രൂപ്പ് ബി ആയത്, അതിന് മുന്നേ ഗ്രൂപ്പ് സി ആയിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പ് ബി നോൺ ഗസ്റ്റഡ് ആണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. ലെവൽ 7 ആണ്, 44,900 ആണ് ബേസിക് എന്ന് പറയുന്നത്. സോ ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ട് 1 വർഷം ആയിട്ടില്ല. സോ കംപ്ലീറ്റ് ഒരു ഐഡിയ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. കറന്റ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അസസ്മെന്റ് യൂണിറ്റിലാണ്. ഇതേപോലെ തന്നെ വെരിഫിക്കേഷൻ യൂണിറ്റ്, റിവ്യൂ യൂണിറ്റ്, ടെക്നിക്കൽ യൂണിറ്റ്, TDS, ജൂറിസ്ഡിക്ഷൻ ലെസ്റ്റിംഗ് ഓഫീസ്, ഇൻവെസ്റ്റിഗേഷൻ വിങ്, ഇങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. സോ ഇപ്പോൾ കറന്റ്ലി എന്റെ ജോബിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് മോസ്റ്റ്ലി ജോബായിട്ട് വരുന്നത് ഓഫീസ് വർക്കാണ്. ഞങ്ങളുടെ വർക്ക് ഓഫീസ് വർക്കാണ്. അതിൽ തന്നെ ഡ്രാഫ്റ്റിംഗ് ആണ് മെയിൻ ആയിട്ട്. ഓർഡേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യുക, നോട്ടീസസ് ഡ്രാഫ്റ്റ് ചെയ്യുക, ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നത്. സോ വർക്കിംഗ് അത്യാവശ്യം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ടോപ്പ് റാങ്കേഴ്സ് മോസ്റ്റ്ലി ചൂസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ പണ്ടേ ഉള്ളൊരു പേരുകൊണ്ടാണ്. ഓക്കെ, സോ വർക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ പ്രൊമോഷണൽ ആസ്പെക്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ഇൻസ്പെക്ടറിന് അടുത്ത പ്രൊമോഷൻ വരുന്നത് ഇൻകം ടാക്സ് ഓഫീസറാണ്. സോ അത് ഡിപ്പാർട്ട്മെന്റിൽ എക്സാം ക്ലിയർ ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യം ഇൻസ്പെക്ടറായിട്ട് കയറിയാൽ തന്നെ ഇൻസ്പെക്ടർക്ക് ഒരു കൺഫർമേഷൻ എക്സാം ഉണ്ട്, 3 വർഷത്തിനുള്ളിൽ ക്ലിയർ ചെയ്താൽ മതി. പിന്നീട് ഓഫീസറിനുള്ള എക്സാം എഴുതാം. ആൻഡ് പിന്നെ വേക്കൻസി വരുന്നതിനനുസരിച്ചായിരിക്കും പ്രൊമോഷൻ. പിന്നെ ട്രാൻസ്ഫറിന്റെ കാര്യം അവർ പറഞ്ഞ പോലെ തന്നെ, ഇന്റർ സോൺ ട്രാൻസ്ഫർ ഇല്ല. വൺസ് നിങ്ങൾ കൊച്ചി സോണിൽ പോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ കൊച്ചി തന്നെ ആയിരിക്കും. കൊച്ചിയുടെ കീഴിൽ വരുന്ന എല്ലാ ജില്ലയിലുള്ള ഓഫീസസിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, പിന്നെ ഓരോ 3 വർഷം കൂടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സെക്ഷൻസ് മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാനിപ്പോ കറന്റ് അസസ്മെന്റ് യൂണിറ്റിലാണ്. 2-3 വർഷം കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഓഫീസിലേക്ക് മാറേണ്ടി വരും. സോ അതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കുക. എങ്ങനെയുണ്ട് വർക്ക്? വർക്ക് വർക്ക് അങ്ങനെ പ്രഷർ അങ്ങനെ പരിപാടി ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ലെഷറായിട്ട് തന്നെ വർക്ക് ചെയ്യാം, ലെഷറിലായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ കാര്യം, കിട്ടുന്ന സെക്ഷൻ പോലെ ഇരിക്കും. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് സെർച്ച് ഉണ്ടാവും. സെർച്ച് പ്രൊസീജിയർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏർലി മോർണിംഗ് പോകേണ്ടി വരും. പ്രൊസീജിയർ കഴിയുന്നവരെ ലേറ്റ് നൈറ്റ് വരെ നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ബട്ട് അത് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പോ ഞങ്ങളുടെ ഓഫീസ് വർക്ക് ആയതുകൊണ്ട് തന്നെ മോർണിംഗ് ടു ഈവനിങ് ആണ്, കുഴപ്പമില്ല. അത്യാവശ്യം വർക്ക് പ്രഷറൊന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല. പിന്നെ ടൈം ബാറിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് മാർച്ചിനുള്ളിൽ ഈ കേസസ് ഒക്കെ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ ജനുവരി ടു മാർച്ച് കുറച്ച് റഷ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവർ ചിലപ്പോൾ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ടാവില്ല, ചിലത് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമന്റിൽ ചോദിക്കുക കേട്ടോ. കിരൺ കുറെ കമന്റിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് റഷീദ് സാർ നേരത്തെ വന്നായിരുന്നു. റഷീദ് സാറ് എന്തോ റേഞ്ചിന്റെ ഇഷ്യൂ എന്നാണ് പറയുന്നത്. റഷീദ് ഒന്നുകൂടെ സംസാരിച്ചു. ഓക്കെ, ഒന്ന് സംസാരിച്ചു. റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു അല്ലേ? ആൾക്കാർ ഇതുപോലെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കാൻ അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ ചില ആൾക്കാർ നോമ്പും കാര്യങ്ങളും അതിൻ്റെയൊക്കെ തിരക്കിൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തിരക്കിലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യാം. അടുത്ത പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന 2 പോസ്റ്റുകൾ, പിന്നെ നമ്മൾ താഴോട്ട് വന്ന് ലെവൽ 7 താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് ടാക്സ് അസിസ്റ്റന്റ് അല്ലെ. ടാക്സ് അസിസ്റ്റന്റ് CBIC ഉണ്ട്, CBDT ഉണ്ട്. അപ്പോൾ ടാക്സ് അസിസ്റ്റന്റ് CBIC, അതായത് GSTന്റെ ഒക്കെ താഴെ വരുന്ന നമ്മൾ ടാക്സ് അസിസ്റ്റന്റ് അതിൽ വർക്ക് ചെയ്യുന്ന വിഷ്ണു പ്രസാദ്, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം അച്ചീവറൊക്കെയാണ്. ഇപ്പോൾ അവിടെ ലൈവിലുണ്ട് വിഷ്ണു പ്രസാദ് ഉണ്ട്. ജസ്റ്റ് അതിന്റെ കാരണം പല കുട്ടികൾക്കും ടാക്സ് അസിസ്റ്റന്റ് ഒക്കെ ആയിരിക്കും. കാരണം കേരളത്തിൽ ചൂസ് ചെയ്യുന്ന പല ആളുകളും പിന്നെ നല്ല മാർക്ക് ലെവൽ 7 കിട്ടാനുള്ള മാർക്കിലേക്ക് പിന്നെ താഴെ ടാക്സ് അസിസ്റ്റന്റ് ആണ് ചൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും. വിഷ്ണു ലൈവിലുണ്ടല്ലോ അല്ലേ? ഹാൻഡ് റൈസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.
വിഷ്ണു ലൈവിലുണ്ടോ? ഹാൻഡ് റൈസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഞാൻ ഇവിടെ അക്സെപ്റ്റ് കൊടുത്തോളാം. ഓക്കെ ഓക്കെ. ആ വിഷ്ണു സംസാരിച്ചു. ഹലോ ഹലോ, ആ വിഷ്ണു പറഞ്ഞു. ഹലോ സാർ, ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, ഒന്ന് അടുത്ത് സംസാരിച്ചാൽ. ഒരു മിനിറ്റ്. ഹലോ സാർ, ഓഡിബിൾ അല്ലേ? ആ പറഞ്ഞോളൂ പറഞ്ഞു. സാർ പുറത്താണ്, ചിലപ്പോൾ കുറച്ച് എക്സ്റ്റേണൽ ഓഡിയൻസ് ഉണ്ട്, ഓഡിയോ ഉണ്ട്. ഓക്കെ ഓക്കെ, ഒരു മിനിമം ഇതിൽ തീർത്താം. ഓക്കെ സാറേ, ഞാൻ വിഷ്ണു പ്രസാദ് ആണ്. ഞാൻ ഇവിടെ CBIC ഡിപ്പാർട്ട്മെന്റിൽ TA ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ TA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ലെവൽ 4 പോസ്റ്റ് ആണ്. സോ ഇൻസ്പെക്ടർ പോസ്റ്റുകൾ കഴിഞ്ഞിട്ട് അവസാന ആൾക്കാരെ ചൂസ് ചെയ്യുന്ന പോസ്റ്റാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പോസ്റ്റ് ആരും എയിം ചെയ്ത് പഠിക്കണം എന്നില്ല. പക്ഷെ ഈ പോസ്റ്റിന്റെ ഗുണം, ഇപ്പോ ഈ വർഷം ഇപ്പൊ എക്സാമില് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയവരുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാതെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നെക്സ്റ്റ് ഇയർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പഠിക്കാൻ സമയം കിട്ടുന്ന ഒരു പോസ്റ്റ് എന്ന രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പോസ്റ്റാണ് CBIC ഡിപ്പാർട്ട്മെന്റിൽ TA. കാരണം CBIC ഡിപ്പാർട്ട്മെന്റിൽ TA കൂടുതലും അത്ര ജോബ് പ്രഷർ ഒന്നും ഇല്ല. നമ്മളെ സേഫ് ആയ ഒരു സീറ്റിലായിരിക്കും നമ്മൾ എത്തുക എന്തായാലും. അതുകൊണ്ട് ഫർദർ സ്റ്റഡീസിന് പറ്റിയൊരു പോസ്റ്റാണ് CBICയിൽ TA എന്ന് പറയുന്നത്. പിന്നെ GST ഡിപ്പാർട്ട്മെന്റിനെ പറ്റി മുൻപ് അതുൽ സാറൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ പോസ്റ്റിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് പ്രൊമോഷൻ ആണ്. കാരണം പണ്ട് ഒരു 10 വർഷം മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് ഇൻസ്പെക്ടർ ആവാൻ പറ്റിയ ഒരു പോസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോ ഒരു TA എന്ന് ഇൻസ്പെക്ടർ ആവണമെങ്കിൽ ഏകദേശം ഒരു 15 വർഷത്തോളം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് TA എന്നുള്ള പോസ്റ്റ് CBIC ഡിപ്പാർട്ട്മെന്റിൽ ആരും എയിം ചെയ്ത് പഠിക്കരുത്. ഒരു സേഫ് ആയിട്ട് നെക്സ്റ്റ് പഠിക്കാനായിട്ട് സമയം കിട്ടുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ആയിട്ട് മാത്രം TA കണ്ടിട്ട് ചൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ. പിന്നെ നമ്മുടെ വൈഷ്ണവ് ലൈവിലുണ്ടോ? ഒരു കാര്യം ചോദിക്കാനായിരുന്നു ജസ്റ്റ്. ഓക്കെ, വൈഷ്ണവ് ചോദിക്കാനുള്ളത് നമ്മുടെ OS ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതാണ്. അപ്പൊ ഞാൻ OS നോക്കുമ്പോൾ അങ്ങനെ ആര് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ക്ലിയർ ആയിട്ട് ആരും കണ്ടില്ല. പിന്നെ OSഉം അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റന്റ്, CBDTയിലെ ടാക്സ് അസിസ്റ്റന്റ്, ഇവരുടെ വർക്ക് നേച്ചറും കാര്യങ്ങളും ഇപ്പോൾ അവിടെ ഒരു വർഷം വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതൊരു കണ്ടുപരിചയം ഉണ്ടാവുള്ളൂ, അതിൽ വർക്ക് ചെയ്ത് പരിചയം ഉണ്ടാവില്ല. എന്നാലും അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കാരണം ഏറ്റവും കൂടുതൽ 6000-ഓളം വേക്കൻസി ഇപ്രാവശ്യം വന്നിരിക്കുന്ന OSലാണ്. പിന്നെ ടാക്സ് അസിസ്റ്റന്റിലുണ്ട് കുറച്ച് വേക്കൻസി. അപ്പൊ ഇതിനെ പറ്റി എന്തെങ്കിലും ഐഡിയ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ ഒരു ഔട്ട്ലേ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഹലോ, ആ വൈഷ്ണവ് പറഞ്ഞു. ഓക്കെ. ടാക്സ് അസിസ്റ്റന്റ് ലെവൽ 4 പോസ്റ്റ് ആണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേറൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അത്യാവശ്യം നന്നായിട്ട് കിട്ടും. ഓക്കെ, കാരണം വർക്ക് നിങ്ങളുടെ ഡെസിഗ്നേഷൻ കുറവായതുകൊണ്ട് തന്നെ വർക്കിന്റെ നേച്ചർ കുറവായിരിക്കും. സോ നിങ്ങൾക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റീസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വേറൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വളരെ നല്ലൊരു ഓപ്ഷനാണ് ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ മുന്നേ ഉള്ള സീനിയർ ടാക്സ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ്, അതായത് ടാക്സ് അസിസ്റ്റന്റ് ഡയറക്ട് നെക്സ്റ്റ് പ്രൊമോഷൻ പോസ്റ്റ് ആയിട്ടുള്ള സീനിയർ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് മാറിയിട്ട് ഇപ്പോൾ ഓഫീസ് സൂപ്രണ്ടന്റ് എന്നുള്ള പോസ്റ്റ് ആയിട്ടുള്ളത്. സോ മുന്നേ ഉള്ള ഓഫീസ് സൂപ്രണ്ടന്റ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഉള്ള സീനിയർ TA പകരം വരുന്ന ഓഫീസ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള OSന്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് യൂഷ്വലി ഇപ്പോ എന്റെ ഓഫീസിലെ കാര്യം പറയുകയാണെങ്കിൽ, അസസ്മെന്റ് യൂണിറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ സെയിം, എല്ലാവർക്കും ഓൾമോസ്റ്റ് സെയിം സിമിലർ ജോബ് തന്നെയാണ്. കാരണം ഇവിടെ TA ചെയ്യുന്നതും OS ചെയ്യുന്നതും ഒക്കെ ഒരേ വർക്കായിരിക്കും. ഓക്കെ, അതായത് അസസ്മെന്റ് ആണ്, നിങ്ങൾക്ക് നോട്ടീസസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ, പിന്നെ ഓർഡേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യാൻ, ഇതൊക്കെ തന്നെയായിരിക്കും വർക്ക് എന്ന് പറയുന്നത്. ബട്ട് കേസസ് അത്ര ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഓഫീസർ എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്താൽ മതി എന്നുള്ള ഒരു ജോബ് പ്രൊഫൈൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടും, കുറച്ചുകൂടെ പ്രിപ്പറേഷൻ, വേറൊരു ബെറ്റർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് ടൈം കിട്ടും. ഓഫ്കോഴ്സ് പിന്നെ ഓഫീസ് കണ്ടീഷൻസ് ഒക്കെ സിമിലർ തന്നെയാണ്. അത്യാവശ്യം നല്ല വർക്ക് കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. വേറെ എന്തെങ്കിലും
ഓക്കെ. നേരത്തെ കിരൺ എന്തോ ഒന്ന് ചോദിക്കാൻ വേണ്ടി, കിരൺ ആൻഡ്രൈസ് എന്തോ പറയാൻ വേണ്ടിട്ടാണ് തോന്നുന്നത്. കിരൺ ഉണ്ട് അവിടെ? കിരൺ പറഞ്ഞോളൂ. ഈ OS എന്ന് പറയുന്നത് എന്റെ അറിവിൽ ഈ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിന് സിമിലർ ആയിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈലാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുന്നത്. അതെ അപ്പൊ ഈ അതെ പറഞ്ഞ പോലെ പേര് മാത്രം മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. പേ സ്കെയിലും ഈ പറഞ്ഞ പോലെ ജോബ് പ്രൊഫൈലും ഒക്കെ സിമിലർ ആണ്. ഈ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. CBICയിൽ അത് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് വിളിക്കുമ്പോൾ CBDT അതിനെ OS എന്ന് വിളിക്കുന്നതേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ്. ഈ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പോസ്റ്റിനെ പറ്റി ഒന്ന് അതിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സീനിയർ ടാക്സ് അസിസ്റ്റന്റിന് ശേഷമുള്ള പ്രൊമോഷൻ ആയിരുന്നു സീനിയർ ടാക്സ് അസിസ്റ്റന്റ് എന്നുള്ളത്. അതിന് പകരം അവർ പേര് മാറ്റി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആക്കിയെന്നുള്ളൂ. പിന്നെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആക്കി. നേരത്തെ ഈ പറഞ്ഞ പോലെ ടാക്സ് അസിസ്റ്റന്റ് കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ സീനിയർ ടാക്സ് അസിസ്റ്റന്റ് ആയിരുന്നു. അതൊരു പ്രൊമോഷണൽ പോസ്റ്റ് ആയതുകൊണ്ട് നേരിട്ട് ആൾക്കാരെ എടുക്കുകയില്ല. ഈ കഴിഞ്ഞ CG തൊട്ട് അവരെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പേ ലെവൽ 6 കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ഈ പറഞ്ഞ പോലെ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ CBICയിലും 5 വർഷം മതിയായിരുന്നു ഇൻസ്പെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ, ടാക്സ് അസിസ്റ്റന്റ് ടു ഇൻസ്പെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ. ഇപ്പം 5 വർഷം എടുക്കും. 5 വർഷമല്ല 10 വർഷം എടുക്കും. TA to, എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് അറിയില്ല, TA to EA ആവണമെന്നുണ്ടെങ്കിൽ 10 വർഷം, EA to ഇൻസ്പെക്ടർ ആണെങ്കിൽ 5 വർഷം, ടോട്ടലി 15 years എടുക്കും TA to ഇൻസ്പെക്ടർ ആവണം. അതൊരു ഡ്രോബാക്ക് ആണ് ഈ TA ലെവലിലേക്ക് കയറുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. ഓക്കെ. അതിൽ പറഞ്ഞു. അതിൽ പറഞ്ഞോളൂ. ഹലോ. ഓക്കെ. അപ്പൊ EA പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി പേ ലെവൽ 6 നേരത്തെ പറഞ്ഞ പോലെ തന്നെ OS പറ്റി പറഞ്ഞ പോലെ തന്നെ പേ ലെവൽ 6 ആണ്. അപ്പൊ ചെറിയൊരു വ്യത്യാസം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻകം ടാക്സിൽ TA ആണെങ്കിലും EA ആണെങ്കിലും ഡ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കുറെ കൂടെ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പണിയാണ്. ഇപ്പം ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പണി വരികയാണെങ്കിൽ തന്നെ ഈ ഒരു കേസിൽ, അതായത് GSTയുടെ കേസിൽ TA ആണെങ്കിലും EA ആണെങ്കിലും ഒരു പരിധി വരെ, ഒരു 95% കേസിലും അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് റിലേറ്റഡ് വർക്ക് ആയിരിക്കും ആസ് ഓഫ് നൗ ഉള്ളത്. അപ്പൊ അതായത് നമ്മളിപ്പോ GSTയിലാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ GSTയിൽ ഒരു EA ആണ്, അല്ലെങ്കിൽ GSTയിൽ ഒരു TA ആണ് എങ്കിൽ ആൾക്ക് GST അല്ലെങ്കിൽ കസ്റ്റംസിനെ പറ്റി വലിയൊരു അറിവ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ഓഫ് വർക്കിൽ അതിൽ മിങ്കിൾ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതാണ് ചെറിയൊരു വ്യത്യാസം ഞാൻ ഇൻകം ടാക്സിലെ ഒരു TA അല്ലെങ്കിൽ ഓഫീസ് സൂപ്രണ്ടും ഈ ഒരു GSTയിലെ EAയും TA എന്നുള്ള ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ആസ് ഓഫ് നൗ പ്രൊമോഷൻ എന്നുള്ളത് EA to ഇൻസ്പെക്ടർ. നിങ്ങൾക്കറിയാം, EA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TA ഇൻസ്പെക്ടറേയും സെൻട്രൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പം EA to ഇൻസ്പെക്ടർ ആസ് ഓഫ് നൗ 5 years ആണ്. മിനിമം 5 years വേണം. അപ്പൊ നോർമലി ഒരു 5 to 6 years പ്രസന്റ് സിറ്റുവേഷൻ കേരളയിൽ വെച്ചിട്ട് ഒരു 5 തൊട്ട് 6 വർഷത്തിനുള്ളിൽ തന്നെ പ്രൊമോട്ടഡ് ആവാം ടു ഇൻസ്പെക്ടർ. പിന്നെയും ഇത് പറഞ്ഞ പോലെ തന്നെ വർക്കും കുറേം കൂടി ലിമിറ്റഡ് ആണ്. ഇപ്പം EA ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു TA പണി തന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പ്ലസ് അഡീഷണൽ സാലറി അല്ലെങ്കിൽ പേ ലെവൽ 6 എന്നുള്ള ഒരു അഡീഷണൽ ഫാക്ടർ കൂടെ ഉണ്ട്. അപ്പം ഇതാണ് EA പറ്റി അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ഇംതിനാൻ ചോദിച്ചിട്ടുണ്ട്, ഹൗ വുഡ് ബി ദ പോസ്റ്റിംഗ് ഇൻ കസ്റ്റംസ് നൈറ്റ് ഷിഫ്റ്റ് ആൻഡ് അതർ പ്രോബ്ലംസ് റിഗാർഡിംഗ് ഡീലിംഗ് വിത്ത് സ്മഗ്ലേഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഈ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ പോസ്റ്റിംഗ്? ഈ പ്രത്യേകിച്ച് ഷിഫ്റ്റുകളെ പറ്റിയാണ് അറിയേണ്ടത്, എങ്ങനെയാണ് വർക്ക് ടൈം കാര്യങ്ങൾ നോക്കിയുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഷിഫ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ 3 എയർപോർട്ടാണ് ബേസിക്കലി നമ്മൾ മാൻ ചെയ്യുന്നത്. അതായത് GSTയിൽ മാൻ ചെയ്യുന്നത് ബേസിക്കലി 3 എയർപോർട്ടാണുള്ളത്: കോഴിക്കോട്, ട്രിവാൻഡ്രം, കണ്ണൂർ. അപ്പൊ പ്രസന്റ്ലി നമ്മളെ 12 hour ഷിഫ്റ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. അതിൽ നൈറ്റിൽ നമ്മൾ എന്തായാലും വർക്ക് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ലേഡീസ് ആവുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പൊതുവെ ലേഡീസ് കയറുന്ന കുറവാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫാക്ടർ പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാനും നമുക്ക് രക്ഷയില്ല. അപ്പൊ എന്തായാലും നൈറ്റ് ഡ്യൂട്ടി നമ്മൾ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾ കസ്റ്റംസ് ആവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റംസിൽ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ പോലെ എനിക്ക് അടുത്ത വർഷം എയർപോർട്ടിൽ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ പ്രസന്റ് സിറ്റുവേഷൻ വെച്ച് എനിക്ക് പോകാൻ പറ്റില്ല. കാര്യം ഇപ്പം ടേൺ വൈസ് ആണ് എയർപോർട്ടിലേക്കുള്ള പോസ്റ്റിംഗ് എടുക്കുന്നത്. അതായത് ഇപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അടുത്ത കൊല്ലം പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കില്ല. കാര്യം ബാച്ച് വൈസ്, സീനിയോറിറ്റി വൈസ് ഒരു ബാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് എയർപോർട്ടിലേക്ക് ഇടും. അത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് 1 year സെർവ് ചെയ്തിരിക്കണം. അപ്പൊ 1 year ആയിരിക്കും. ഇതുവരെ ഞാൻ കഴിഞ്ഞ 3-4-5 വർഷത്തിനുള്ളിൽ GST കേരളയിൽ വർക്ക് ചെയ്ത
എക്സ്പീരിയൻസ് വെച്ചിട്ട് കസ്റ്റംസ് എയർപോർട്ടിലുള്ള പോസ്റ്റിങ്സ് 12 അവർ ഷിഫ്റ്റ്സ് ആയിരിക്കും പൊതുവെ. അതേപോലെ തന്നെ പക്ഷേ കണ്ണൂർ എയർപോർട്ടിലാണെങ്കിൽ ഇപ്പൊ അത് 24 അവർ ഷിഫ്റ്റ് ആണ്. അതിന്റെ ഒരു ചെറിയൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ്സിന്റെ കുറവാണ്. ഫ്ലൈറ്റ്സ് പൊതുവെ ബാക്കിയുള്ള എയർപോർട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കണ്ണൂർ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഈ 12 അവർ ഷിഫ്റ്റ് ആണെങ്കിൽ 24 അവർ ഷിഫ്റ്റ് ആണെങ്കിൽ അത്യാവശ്യത്തിന് നിങ്ങൾക്ക് റെസ്റ്റിങ്ങിനുള്ള ടൈം കിട്ടും. അത് ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് പക്ഷെ ഹോളിഡേയ്സിലും വന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അതൊരു വേറൊരു ഇതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓണാണെങ്കിലും വിഷു ആണെങ്കിലും നമുക്കൊരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അതൊരു ആവശ്യ സർവീസ് ആയിട്ട് തന്നെ നമ്മൾ കാണുന്ന ഒരു സാധനം. പിന്നെ അതിൽ തന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ CBSE പോസ്റ്റുകൾക്ക് എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ചെറിയൊരു ഫിസിക്കൽ ടെസ്റ്റ്. അപ്പൊ പല ആളുകളും ഈ ഫിസിക്കൽ ടെസ്റ്റ് ഭയങ്കര ടഫാണോ ഇല്ലേ, കാരണം നമ്മൾ ഈ ആർമിയിലും പോലീസിലും കാണുന്ന പോലത്തെ ടഫ് ഫിസിക്കൽ ടെസ്റ്റ് ആണെന്നൊക്കെ പല ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ അത് അറ്റൻഡ് ചെയ്ത ഒരാൾ സ്ഥിതിക്ക് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്താണ്, പക്ഷേ എനിക്ക് ഫിസിക്കൽ ടെസ്റ്റ് ചണ്ഡീഗഡ് സോണിലായിരുന്നു. ഈ കേരളത്തിൽ അതെങ്ങനെയാണ് ഈ ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ? ഫിസിക്കൽ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ അതായത് നിങ്ങൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റിലാണ് ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ നോർമലി ഞാൻ ഒരു 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 ഓഫ് ദ റെക്കോർഡ് പറയാം, നോർമലി ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആളെ എടുക്കാനേ ശ്രമിക്കുള്ളൂ, ഒരാളെ പുറത്താക്കാൻ നോക്കില്ല. നിങ്ങൾ അൺലൈക്ക് ബാക്കിയുള്ള ഇതനുസരിച്ച് പോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലെ. കാര്യം നിങ്ങൾക്ക് ഒരു 10 സീറ്റ് ഉണ്ടെങ്കിൽ 10 സീറ്റിലേക്ക് നിങ്ങൾ ആളെ എടുക്കുന്നുള്ളൂ. കാര്യം ഒരാൾ അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫിനെ അവിടെ നഷ്ടപ്പെട്ട പോലെ തന്നെ. അപ്പൊ നോർമലി ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിങ്ങൾ എന്ന് വെച്ചിട്ട് ഭയങ്കര ലിബറൽ ആണെന്നല്ല അർത്ഥം. നിങ്ങൾ ആ പറഞ്ഞ ആ ഒരു ടൈം ഉണ്ടാവില്ല. അത് പക്ഷെ ഭയങ്കര എനിക്കൊന്ന് ഫിസിക്കൽ ടെസ്റ്റ് ഇൻസ്പെക്ടേഴ്സിന്റെ അത്യാവശ്യം ഒരാഴ്ച അല്ലെങ്കിൽ പ്രാക്ടീസ് അല്ലെങ്കിൽ പലർക്കും ഫിറ്റ് ആയുള്ളവർക്കും പലർക്കും അതിന്റെ ആവശ്യം കൂടി ഉണ്ടാവില്ല. അതുണ്ടെങ്കിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാര്യം ഇതുപോലെ തന്നെ പോലീസോ അല്ല ആർമിയുള്ള പോലെ തന്നെ അത്ര ടഫായിട്ടുള്ള ഒരു ഫിസിക്കൽ ടെസ്റ്റ് അല്ല. അത്യാവശ്യം സിമ്പിളും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം എൻ്റെ ഒരു അറിവിൽ ഫിസിക്കൽ ടെസ്റ്റിൽ ആരും, മേ ബി ഐ എം റോങ്, ബട്ട് ഫിസിക്കൽ ടെസ്റ്റിൽ അതാരും ഇതുവരെ തോൽപ്പിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. മെഡിക്കൽ ഉണ്ടാവാം, പക്ഷെ ഫിസിക്കലിൽ ഇതുവരെ GSTയിൽ എൻ്റെ ഒരു അറിവിൽ എനിക്കില്ല. എസ്പെഷ്യലി ഇൻസ്പെക്ടർ കേട്ടോ, ഇൻസ്പെക്ടർ പോസ്റ്റ്. ഫിസിക്കൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിച്ച് നമ്മളാരും. പിന്നെ അതിന് ചില ക്രൈറ്റീരിയ പറയുന്നുണ്ട്, ചില ഹൈറ്റ്, അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നസ് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കളർ ബ്ലൈൻഡ്നസ് ഉള്ള ഒരാൾ ചിലപ്പോൾ അവിടെ പോയിട്ട് ഈ എന്താ നമുക്കറിയില്ല, ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അത് എന്തായാലും ഒന്ന് കൺഫേം ആകണം. കാരണം കളർ ബ്ലൈൻഡ്നസ് ഉള്ള ഒരാൾ ഒരിക്കലും അത് കൊടുക്കരുത്. കാര്യം നമ്മൾ എന്താണ് നോംസ് എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചിട്ട് കൊടുക്കാം. കളർ ബ്ലൈൻഡ്നസ് ഉള്ള ഒരാൾ ഒരിക്കലും നമ്മൾ ഓക്കെ ഫിസിക്കല് ലിബറൽ ആണെന്ന് വെച്ചാൽ അത് ഒരിക്കലും കൊടുക്കാൻ നിൽക്കുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. കാര്യം ഇത് എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും കളർ ബ്ലൈൻഡ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ അത് നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. കാര്യം നിങ്ങൾ അത്രയും മാർക്ക് മേടിച്ച ഒരു എക്സാമിൽ പാസ്സായതിനു ശേഷം ആ റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. റിസ്ക് എടുക്കരുത്. കാര്യം കളർ ബ്ലൈൻഡ്നസ് ഉള്ളവർ ഒരു കാരണവശാലും ഈ ഒരു പോസ്റ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നല്ല, കൊടുക്കരുത്. അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ പറഞ്ഞ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു സൈക്ലിങ്ങും വാക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ട് നമ്മളങ്ങനെ മറ്റേ ഓടി എത്തിയിരുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് നടക്കാൻ അറിയണം, സൈക്കിൾ കിട്ടാൻ അറിയണം, എന്നാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പാസ് ആവുന്നുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് ഇഷിയാര ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് അടിച്ചാൽ മതി. നിങ്ങൾക്ക് മൊബൈലിൽ നിന്നിട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും കളർ ബ്ലൈൻഡ്നസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇഷിഹാര ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലാത്തവരൊക്കെ. വെറുതെ ലാസ്റ്റ് കൊടുത്തതിന് ശേഷം വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് മാറ്റാനോ കാര്യങ്ങളോ പിന്നെ അടുത്ത വർഷം CGL നോക്കേണ്ടി. ഈ വർഷത്തെ മാർക്ക് മൊത്തം നിങ്ങൾക്ക് പിന്നെ താഴെ വേറെ പോസ്റ്റ് കിട്ടാൻ ഒന്നിനും നിങ്ങൾ എലിജിബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ. അതൊക്കെ അലൗഡ് ആണ് കേട്ടോ. ഇന്റർ സോൺ, അതായത് സോൺ മാറിയിട്ട് നിങ്ങൾക്ക് കേരളം മാറിയിട്ട് തമിഴ്നാട് സർക്കിളിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ കേരളത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ CBI ഇൻസ്പെക്ടർ സ്പെക്സ് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. CBI ഇൻസ്പെക്ടർ സ്പെക് ഓക്കെയാണ്. പക്ഷേ കണ്ടീഷൻ പറയുന്നുണ്ട് 6/6, 6/9. ഇത് നിങ്ങൾ ഈ കണ്ണിന് വേണമെന്ന് പറയുന്നുണ്ട്. അത് വിത്ത് ഓർ വിത്തൗട്ട് സ്പെക്ടക്കിൾ. കണ്ണട വെച്ചോ കണ്ണട വെക്കാതെ പ്രശ്നമില്ല. പിന്നെ ഫിസിക്കൽ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നുമില്ല. ഹൈറ്റിന്റെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഓട്ടോ ചാട്ടോ കാര്യങ്ങളൊന്നും ഇവിടെ CBI ഇല്ല. CBI ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഓട്ടോ ചാട്ടോ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 കണ്ടീഷൻ, നിങ്ങളുടെ ഹൈറ്റിന്റെ കണ്ടീഷനും പിന്നെ കണ്ണിന് ഈ 2 കണ്ണട വെച്ചിട്ടായാലും കുഴപ്പമില്ല, ഈ 2 കാഴ്ചകൾ വേണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം CBI-ന്റെ. പിന്നെ CBI-ന്റെ ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം. CBI ഇപ്പൊ ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്ത് CBI-ലാണ്. അപ്പൊ അതും കൂടെ ഞാൻ ബ്രീഫായിട്ട് പറയാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ ഒരു സംഭവം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം CBI-ലോട്ട് പോകും. അല്ലാതെ നിങ്ങൾ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്ത് ശനിയാഴ്ച നിങ്ങൾ വീട്ടിൽ പോകണം, ഞായറാഴ്ച വീട്ടിൽ പോകണം, അങ്ങനെ വർക്ക് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും എന്ത് ചെയ്ത് CBI-ൽ പോയിട്ട് വർക്ക് ചെയ്യും.
നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ആണ്, അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള വലിയ വലിയ കേസുകളായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. CBI കിട്ടുന്ന പറഞ്ഞ കേസാണ്, ചെറിയ കേസൊന്നും ആയിരിക്കില്ല. സാധാരണ എടുത്ത് പിടിച്ചു മോഷണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവം CBI ഉണ്ട്. വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈൽ കേസുകളായിരിക്കും. പിന്നെ നിങ്ങൾ പല ആൾക്കാരുടെ സംശയം നിങ്ങൾക്ക് അന്വേഷിക്കാൻ കിട്ടുമോ, അതൊക്കെ വലിയ വലിയ ഓഫീസർമാരല്ലേ അന്വേഷിക്കുക? അല്ല. ഫസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത് 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. ഇൻസ്പെക്ടർ മുതൽ ASP വരെയുള്ള എല്ലാവരും ചെയ്യുന്ന ഒരേ ജോലിയാണ്. നേരത്തെ പറഞ്ഞു TA ആയും OS ആയാലും ഒക്കെ ചെയ്യുന്ന ഒരേ ജോലി എന്ന് പറഞ്ഞ പോലെ ഇൻസ്പെക്ടർ മുതൽ DYSP മുതൽ പിന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ട് എല്ലാവരും ചെയ്യുന്ന ഒരേ ജോലിയാണ് കേട്ടോ. അപ്പൊ ഇവരെല്ലാം ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ സൂപ്രണ്ടിലോട്ട് SP-ലോട്ട് എത്തുമ്പോഴാണ് പിന്നെ നിങ്ങൾ സൂപ്പർവൈസർ റാങ്കിലോട്ട് എത്തുന്നത്. അതുവരെയുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനാണ്. സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ കിട്ടിയെന്ന് വരാം. കാരണം പ്രത്യേകമായിട്ട് CRPC ഒക്കെ പറയുന്നുണ്ട് പണ്ടത്തെ പ്രത്യേകം കോർട്ടിന്റെ പെർമിഷൻ എടുത്ത് വേണമെങ്കിൽ സബ് ഇൻസ്പെക്ടേഴ്സും അന്വേഷണ ചുമതല കൊടുക്കാം. പക്ഷേ സബ് ഇൻസ്പെക്ടേഴ്സും കൊടുക്കാൻ പ്രത്യേക കോർട്ടിന്റെ പെർമിഷൻ എടുക്കണം. അല്ല നിങ്ങൾ ഇൻസ്പെക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ് പിന്നെ നാട്ടിൽ കിട്ടുമെന്നുള്ള സംശയമുള്ള ആളോട് ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ 30ാമത്തെ ബാച്ചാണ് CBI ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയത്. നമ്മൾ കേരളത്തിൽ 2 കുട്ടികളാണ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. ഈ 2 കുട്ടികളും ഒരാൾ തിരുവനന്തപുരത്തും ഒരാൾ കൊച്ചിയിലാണ് ഇപ്പോൾ പോസ്റ്റിംഗ്. റീസെന്റ് ആയിട്ട് കഴിഞ്ഞ മാസം പോസ്റ്റിംഗ് ആയത് 2 പേര്. കഴിഞ്ഞ മാസം ഈ മാസം 2 പേരും കേരളത്തിലാണ് പോസ്റ്റിംഗ്. അപ്പൊ അതൊക്കെ നമ്മുടെ എന്ത് ചെയ്യും, ഓരോ ഡയറക്ടർമാരുടെ പോളിസി അനുസരിച്ചിട്ട് മാറും കേട്ടോ. ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ ബാച്ചിൽ എല്ലാവരും ഹോം പോസ്റ്റിംഗ് കൊടുത്തിട്ടില്ല. എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിലാണ് പോസ്റ്റിംഗ് കൊടുത്തത്. പക്ഷേ 28ാമത്തെ ബാച്ച് മുതൽ 28, 29, 30 3 ബാച്ച് ഇപ്പൊ ലാസ്റ്റത്തെ 3 ബാച്ച് വേക്കൻസി ഉണ്ടെങ്കിൽ അവരുടെ ഹോം സ്റ്റേറ്റിൽ തന്നെ പോസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പൊ അങ്ങനെയും കേരളത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 2 സ്ഥലത്തെ പോസ്റ്റിംഗ് ഉള്ളൂ. അതായത് ഒന്ന് കൊച്ചി, തിരുവനന്തപുരം. വേറെ ഇപ്പൊ GST എന്ന് പറഞ്ഞ പോലെ എല്ലാ ജില്ലയിലൊന്നും എന്തുണ്ടാവില്ല, GST ഇൻകം ടാക്സ് പറഞ്ഞ പോലെ എല്ലാ ജില്ലയിലും പോസ്റ്റിംഗ് ഉണ്ടാവില്ല. കൊച്ചി, തിരുവനന്തപുരം. പിന്നെ ഏത് നിമിഷവും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഡൽഹിയിലോട്ട് പോകാൻ വരും. കാരണം ഡൽഹിയിലാണ് 50% പോസ്റ്റിംഗ് കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ വേക്കൻസി കാര്യങ്ങളനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. ഇതാണ് CBI പറ്റി പറയാനുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് വേറെ നമ്മളിപ്പോ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഞാൻ പറഞ്ഞ നേരത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന പോസ്റ്റാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഞാൻ അതിന്റെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ക്ലിയർ ചെയ്ത ഒരാളുണ്ടായിരുന്നു. അയാൾ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ പബ്ലിക് പരിപാടികൾ വന്നിട്ട് ഇങ്ങനെ ഈ പോസ്റ്റിനെ പറ്റിയോ കാര്യങ്ങളൊന്നും പറയരുത് എന്നുള്ള സർക്കുലർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പങ്കെടുക്കാത്തില്ലെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് പങ്കെടുത്തേനെ. എനിക്കിതിനെ പറ്റി പറയാനും മറ്റൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. കാരണം നമ്മളെ കേരളത്തിലെ പല കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അറിയാതെ. അപ്പൊ ടോപ്പ് റാങ്കിൽ വരുന്ന നല്ല മാർക്കുള്ള കുട്ടികളോടാണ് പറയാനുള്ളത്. അവൻ എന്നോട് ജസ്റ്റ് പറഞ്ഞു പബ്ലിക്കായിട്ട് ഇങ്ങനെ പരിപാടിക്ക് വരാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട് പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും അത് കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി അപ്പൊ അന്ന് എനിക്ക് കിട്ടിയ റാങ്ക് ഇന്ന് കിട്ടിയതിന് ചിലപ്പോൾ ഞാൻ MA ചൂസ് ചെയ്തേനെ. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഹോം സിക്നസ് പാടില്ല. ഹോം സിക്നസ് ഉള്ള ഒരാൾക്ക് പറ്റിയ ഒരു പോസ്റ്റ് അല്ല മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ എടുക്കുക. അപ്പൊ അത്ര പ്രശ്നമുള്ളൂ. ഹോം സിക്നസ് ഇല്ല, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് CGL വഴി കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. നിങ്ങൾക്ക് ഫോറിൻ പോസ്റ്റിംഗും ഡൽഹിയിൽ പോസ്റ്റിംഗ് ആണ്. ഈ ഫോറിൻ പോസ്റ്റിംഗിലും അതിന്റെ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റും കാര്യങ്ങളും ജോബ് ഡൈവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിപ്പോയി. എനിക്ക് ഇത്രയൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ പല ആൾക്കാർക്കും അറിയില്ല. നമ്മൾ പല ആൾക്കാരും ഇപ്പൊ പറഞ്ഞ പോലെ ഈ പോസ്റ്റുകളും അതുപോലെ തന്നെ യൂണിഫോമും അതിന്റെ റാങ്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പല പോസ്റ്റുകളും നമ്മളെ പറ്റി അറിയുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളെ MA കിട്ടാൻ സാധ്യത ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർ ആരും MA ചൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 2023 ഒരാളെ എടുത്തു, പിന്നെ 2022 അങ്ങനെ 2 വർഷം കൂടുമ്പോൾ ഒരാൾ എങ്ങനെയാണ് നമ്മൾ MA കേരളത്തിൽ എടുത്ത് പോകുന്നത്. പക്ഷെ അത്രയും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ 2 വർഷം കഴിഞ്ഞാൽ വിദേശ പോസ്റ്റിംഗ് ഒക്കെയാണ്. വിദേശ പോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫോറിൻ അലവൻസ് കൂടെ കിട്ടും. ഫോറിൻ അലവൻസ് അവൻ പറഞ്ഞത് പല രാജ്യങ്ങളും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ചില എന്താ പറയാ റിസ്ക് അലവൻസ് ഒക്കെ ഉണ്ട്. ചില ഇപ്പൊ സിറിയ അതുപോലെ തന്നെ ഈ ഇറാഖ്, കാബൂൾ, അഫ്ഗാനിസ്ഥാൻ പോലത്തെ ചില റിസ്ക് അലവൻസും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഒരു 3 to 6 lakhന്റെ ഇടയ്ക്ക് മന്ത്ലി സാലറി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അത് നിങ്ങളുടെ ഇവിടുത്തെ സാലറി. നിങ്ങൾ ഡൽഹിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ മണി ലെവൽ 7 ബാക്കി എല്ലാ GST ഇൻസ്പെക്ടറിനും ഇൻകം ടാക്സിനെ കിട്ടുന്ന അതേ സാലറി കിട്ടുള്ളൂ. പക്ഷേ വിദേശ പോസ്റ്റിംഗ് ആകുമ്പോൾ ഇന്ത്യൻ മണിയിൽ സാലറിയും കിട്ടും, പിന്നെ ഫോറിൻ അലവൻസും അവിടുത്തെ ലിവിംഗ് എക്സ്പെൻസ് അനുസരിച്ച്. അത് നമുക്ക് ഒരു മാസം തന്നെ 3 to 6 lakhന്റെ അടുത്ത് നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്. അതും ടാക്സ് ഫ്രീ ആണ് ആ ഫോറിൻ അലവൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഇൻകം ടാക്സ് GST ഇൻസ്പെക്ടർ ആണെങ്കിൽ നമ്മുടെ ഇയർലി എക്സ്പെൻസ് ഒരു 12 lakhsന്റെ മോള് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടാക്സ് അടക്കണം കേട്ടോ. ടാക്സ് അടക്കണം. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ടാക്സ് അടക്കണ്ട? ഇതിന്റെ ഫോറിൻ അലവൻസിന് നമ്മൾ ടാക്സ് അടക്കണ്ട. പിന്നെ നമ്മൾ ഇന്ത്യൻ മണിയിൽ കിട്ടുന്ന പൈസക്ക് മാത്രം ടാക്സ് അടച്ചാൽ മതി. അതും എന്തൊരു ടേം പറഞ്ഞു ആ ടേം വഴി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതും ടാക്സ് ഫ്രീ ആയി കിട്ടും. അതായത് നമുക്ക് കിട്ടുന്ന പൈസന് ടാക്സ് നമ്മൾ അടക്കണ്ട. മാത്രമല്ല നമ്മൾ ഇപ്പോ ചില സ്ഥലത്ത് ഫാമിലി പോസ്റ്റിംഗ് പറ്റില്ല. അപ്പൊ അതിന് കുറച്ചധികം പൈസ കിട്ടും. കാരണം ഫാമിലി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അത് റിസ്ക് കാര്യങ്ങൾ കൂടുതൽ. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഫാമിലി ഒക്കെ പോകാൻ പറ്റും. മിനിമം 3 year നമ്മൾ സ്ഥലത്ത് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ 30 വർഷം സർവീസ് ഉള്ള ഒരാൾ എങ്ങനെയായാലും ഒരു ഡിഫറൻറ്റ് 6 to 7 കൺട്രീസിൽ റിട്ടയർഡ് ആയതിനു മുമ്പ് വർക്ക് ചെയ്യേണ്ടി വരുന്ന പറയുന്നത്. മാത്രമല്ല ഇപ്പൊ നമ്മൾ നാട്ടിലോട്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഷിപ്പ് വഴിയൊക്കെ നമുക്ക് 6000-ഓളം ടൺ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ചെലവിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പറഞ്ഞു. 6000 ടൺ അല്ല, 6000 kilogram കേട്ടോ. അത്രയും, അതായത് 60 ടണ്ണോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിദേശത്തോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ചെലവിൽ ഇപ്പൊ നമുക്ക് ഫർണിച്ചറോ കാര്യങ്ങളോ ഫുഡോ, അതായത് ഇപ്പം പറഞ്ഞത് 3 വർഷത്തേക്ക് നിൽക്കാനുള്ളതൊക്കെ ഇവർ കൊണ്ടാണ് പോവാന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനത്തെ ആനുകൂല്യങ്ങൾ. പിന്നെ ഏറ്റവും മെയിനായിട്ട് എന്താണ് നമ്മുടെ ആ ഒഫീഷ്യൽ പാസ്പോർട്ടാണ്. വൈറ്റ് പാസ്പോർട്ട് നമുക്ക് കിട്ടും. നമ്മൾ എയർപോർട്ടിൽ എവിടെയും പോകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേക കാര്യങ്ങളും ക്യൂവും കാര്യങ്ങളൊക്കെ അത്രയും റെസ്പെക്ട്. പിന്നെ ഈ മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ വിദേശ പരിപാടികളും കാര്യങ്ങളൊക്കെ അതിന് ഇവരാണ് എന്താ പറയാ അവരുടെ പ്ലാനും കാര്യങ്ങളും മറ്റതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സത്യം പറഞ്ഞ ഒരുപാട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പോസ്റ്റാണ്. ഒറ്റ കാര്യവും പറഞ്ഞോളൂ, ഹോം സിക്നസ് പാടില്ല. എനിക്ക് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂല.
നിങ്ങൾ ചില പോസ്റ്റിങ്ങിന്റെ ഇടയ്ക്ക് 2 വർഷം ഒരു കൂളിംഗ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 2 വർഷം ഇവിടെ വരും ഡൽഹിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. അത് മാത്രം. പിന്നെ ചില കേസിൽ വളരെ റെയർ ആയിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് ചില പോസ്റ്റിംഗ് കിട്ടുന്നല്ലാതെ വേറൊന്നും ഇല്ല. അപ്പൊ അത്രയും നല്ലൊരു പോസ്റ്റാണ്. ഹോം സിക്നസ് ഇല്ലാത്ത ആളുകൾക്ക്, നല്ല മാർക്കുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഫാമിലി പോസ്റ്റിംഗ് പറ്റുന്ന രാജ്യങ്ങളിലാണെങ്കിൽ ഫാമിലിയെ കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഏത് രാജ്യമായിക്കോട്ടെ, പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന വെച്ചാൽ രാജ്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാബൂൾ, സിറിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ വലിയ പ്രശ്നമൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ടെറിട്ടറിയാണ്. ഇന്ത്യൻ എംബസിയെ, അതിപ്പോ ഇന്ത്യൻ എംബസി എന്നല്ല എവിടെയായാലും ശരി. ഇപ്പൊ പാകിസ്ഥാനിൽ അല്ല, ഇന്ത്യയിൽ പാകിസ്ഥാൻ എംബസി ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് പാകിസ്ഥാൻ എംബസിയിൽ എന്തെങ്കിലും ചെയ്യോ? ഇല്ല, ഒന്നും ചെയ്യൂല. കാരണം അത് പാകിസ്ഥാൻ ടെറിട്ടറിയാണ്. അവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, രാജ്യങ്ങളുടെ ഇടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അങ്ങനത്തെ ഒന്നും അത് UN കൺവെൻഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഏതൊരു സ്ഥലത്ത് വർക്ക്, ഏത് യുദ്ധമുള്ള സ്ഥലത്ത് വർക്ക് ചെയ്താലും ശരി, നമ്മുടെ ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ എംബസി ഒരു രാജ്യത്തിലെയും ആൾക്കാർ തൊടൂല, ഒന്നും ചെയ്യാൻ പോകില്ല കേട്ടോ. കാരണം അത് പിന്നെ വേറെ തരത്തിലുള്ള പ്രശ്നം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവന് ഡയറക്റ്റ് പങ്കെടുക്കാൻ പറ്റുകൊണ്ട് അവന് ഒരു അരമണിക്കൂറോളം എന്നോട് സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് പങ്കെടുക്കാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അവൻ പറഞ്ഞ പല കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിയ വേറെയും ഒരുപാട് നല്ല ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ തന്നെ ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് 3 to 6 lakhന്റെ അടുത്ത് മന്ത്ലി സാലറിയാണ് വിദേശത്ത് വർക്ക് ചെയ്യാനും. പിന്നെ മാത്രമല്ല നമ്മുടെ കൊച്ചുങ്ങൾക്ക്, അതായത് എവിടെയാണോ പോകുന്നത് അവിടുത്തെ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കാനുള്ള 2 കുട്ടികൾക്ക് വരെയുള്ള കംപ്ലീറ്റ് ചെലവ് ഗവൺമെന്റാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഏതൊരു വിദേശത്തായിട്ട് പോകണേ അവിടുത്തെ ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ടാവും. അവിടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ ഫീസ് കൊടുക്കണ്ട. ഗവൺമെന്റ് ചെലവ് എന്ത് ചെയ്യും, ഗവൺമെന്റ് അവരെ പഠിപ്പിക്കും. പിന്നെ ഹെൽത്ത് സ്കീമും കാര്യങ്ങളൊക്കെ നമ്മുടെ സാധാ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് കിട്ടുന്ന CGHS പോലെയൊന്നുമല്ല. ഇവർക്ക് വേറൊരു സ്കീം എന്താണ് വിദേശത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ, അവർ ഹോസ്പിറ്റലിൽ പോയി എന്ത് കാര്യങ്ങളും അതിൽ കംപ്ലീറ്റ് കവേർഡ് ആണ്. അപ്പൊ അത്രയും ഇമ്മ്യൂണിറ്റി കാര്യങ്ങളും അത്രയും ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം റിക്വസ്റ്റ് ഉള്ളത്, ഇങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവന് ഡയറക്റ്റ് ഇതിൽ പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല. അവൻ നമ്പർ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. അവൻ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക, കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അവൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇപ്പൊ JSO പോസ്റ്റിന്റെ ചില ആൾ, ഇപ്പൊ JSO അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റിന്റെ ഒക്കെ ചില ആളുകൾ ഇതിൽ പങ്കെടുക്കാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവർക്ക് ഈ ചിലപ്പോ എൻഫോഴ്സ്മെന്റ് എന്തോ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ ആൾ ട്രാവലിംഗിലായിരുന്നു. JSO ഒക്കെ പറഞ്ഞതാണ് സർവേ കാര്യങ്ങൾ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെയാണ്. JSO ഒക്കെ എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് ഹോം പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. നോർത്തിൽ പോകുമ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ വേക്കൻസിക്ക് അനുസരിച്ചുള്ള കുട്ടികൾ കേരളത്തിൽ ക്ലിയർ ആവാത്തത് കൊണ്ട് നമുക്ക് വേണ്ട ജില്ലയിൽ, ഇപ്പൊ എന്റെ ഫ്രണ്ട് ക്ലിയർ ചെയ്താണ്, അവൻ കണ്ണൂരാണ്, അവന്റെ വീട് കണ്ണൂർ തന്നെ, അവന് പോസ്റ്റിംഗ് കിട്ടി. അപ്പൊ കേരളത്തിൽ ഹോം പോസ്റ്റിംഗ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കൊരു സ്ഥലത്ത് സർവേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതാണ് സംഭവം. സെൻട്രൽ ഗവൺമെന്റ് പല സർവേയും പല ഡാറ്റയൊക്കെ പുറത്തു വരുന്ന കണ്ടിട്ടില്ല. അതൊക്കെ ചെയ്യുന്ന ആരാണ്? ഈ JSO ഓഫീസർമാരാണ്. അപ്പൊ അവർക്ക് ഫീൽഡ് ജോബാണ്, ഓഫീസിലൊന്നും പോകേണ്ടി വരില്ല. വല്ലപ്പോഴും ഓഫീസിൽ പോയാൽ മതി. ഫീൽഡ് ജോബാണ്. ഫീൽഡിലോ പോയിട്ട് ഇതുപോലെ ആ പഞ്ചായത്തുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലെ സർവേയും കാര്യങ്ങളും ഒരു ടാബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞാൽ ടേബിൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. വർക്ക് കൃത്യമായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ചില പോസ്റ്റുകൾ, അപ്പൊ അതുപോലെ ഇതൊക്കെ അവരെന്നോട് പറഞ്ഞ ഡാറ്റ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കും അറിയില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലത്തെ JSO, ED, അതുപോലെ തന്നെ MEA ഈ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഈ സംസാരിച്ച ആരും ആയിക്കോട്ടെ, സംസാരിച്ച ആരുമായിട്ട് നിങ്ങൾക്കൊന്ന് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അവരുടെ പെർമിഷനോട് കൂടി വേണമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇത്രയാണ് മെയിൻ ആയിട്ട് പോസ്റ്റുകളെ പറ്റി. പിന്നെ എന്തെങ്കിലും ജനറൽ ആയിട്ട് ആർക്കെങ്കിലും ഈ പോസ്റ്റുകൾ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. ജനറൽ ആയിട്ട് എന്തെങ്കിലും പോസ്റ്റുകളെ പറ്റി ആർക്കെങ്കിലും ഇപ്പൊ സംസാരിച്ച ആരുടെയും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ജസ്റ്റ് ഹാൻഡ് റൈസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും ചോദിക്കുക, പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ചോദിക്കാതിരിക്കുക. പുതുതായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് ചോദിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിൽ പറഞ്ഞു. ഹലോ, അതില് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചത് കേട്ടോ, GST വൺസ് ഹോം ഡിസ്ട്രിക്ട് പോസ്റ്റിംഗ് കിട്ടിയാൽ പിന്നീട് വേറെ ഡിസ്ട്രിക്ട്സിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുമോ എന്നുള്ളത്. നോർമലി വിത്തിൻ എ സോൺ നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ആക്കാം ആസ് പെർ ദ പോളിസി. പക്ഷെ നോർമലി നിങ്ങൾക്ക് മിനിമം ഒരു എന്തായാലും നമ്മളെ ഹോം ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഹോം ഡിസ്ട്രിക്ട് ഡിപ്പെൻസ് ഓൺ ദ ഹോം ഡിസ്ട്രിക്ട്. ഇപ്പൊ വയനാട് അല്ലെങ്കിൽ ഇടുക്കി ഒക്കെ ആണെങ്കിൽ 1-2 ഓഫീസുകളേ ഉള്ളൂ, ചെറിയ ഓഫീസുകളേ ഉള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പോസ്റ്റുകളേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അധികം കാലം അവിടെ നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ പറ്റും ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 കൊല്ലം അവിടെ നിൽക്കുക. പിന്നെ തിരിച്ച് വേറെ ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്റ്റേഷനിലേക്ക് പോവാം. പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ പക്ഷം ഇപ്പൊ നമ്മൾ കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ വലിയ വലിയ സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 വർഷം വർക്ക് ചെയ്യാം. ഞാൻ ഈ ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട് എന്നുള്ളത് നമ്മളൊരു പറഞ്ഞതിന്റെ കൂടുതൽ അങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷെ ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട് അല്ല, നിങ്ങൾക്ക് ട്രാൻസ്ഫർ. അപ്പൊ അത് ഒരു സീറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് പല സീറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് GST തന്നെ അറിയാം, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബ് പ്രൊഫൈല് മാത്രമല്ല, പല സീറ്റ്സ് ഉണ്ടാവും. പല സീറ്റ്സിലും പല ജോലികളായിരിക്കും, പല ജോബ്സ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഒരു പർട്ടിക്കുലർ സീറ്റിൽ 2 കൊല്ലം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രാൻസ്ഫർ പോളിസി പ്രകാരം കേരള അല്ലെങ്കിൽ സോണില്. പക്ഷെ ഒരു പർട്ടിക്കുലർ സ്ഥലം, ഇപ്പൊ ഒരു കോഴിക്കോട് തന്നെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടാവും, 10-50 സീറ്റുകൾ ഉണ്ടാവും. 10-50 സീറ്റിൽ ഏത് സീറ്റിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത 2 കൊല്ലത്തേക്ക് കോഴിക്കോട് തന്നെ വേറൊരു സീറ്റ് അല്ലെങ്കിൽ വേറൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മാറാം. അപ്പം അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പോളിസി ഒന്നും തൽക്കാലം
ഇപ്പൊ എവിടെയും ഇല്ല. പിന്നെ ഞാനിപ്പോ കേരളത്തിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല പിന്നെ ബാക്കി ഇപ്പൊ കർണാടക ആണെങ്കിലും തമിഴ്നാടെങ്കിലും നോർമലി രണ്ട് കൊടുക്കുന്നവരാണ് കർണാടക തമിഴ്നാടും. അവിടെയും കുറച്ചുകൂടി പ്രൊമോഷൻ വൈസ് ആസ്പെക്ട്സ് ബെറ്റർ ആണ് കേരളത്തിനെക്കാളും അപേക്ഷിച്ച്. കേരളത്തിൽ ഇപ്പൊ GST ഇൻസ്പെക്ടർ 2013-2014 ബാച്ചാണ് പ്രൊമോഷൻ എങ്കിൽ കർണാടകയിൽ, അത് ഞാൻ ജനറൽ കാറ്റഗറിയാണ് പറയുന്നത് കേട്ടോ, കർണാടകയിൽ ജനറൽ OBC കാറ്റഗറിയിൽ പ്രൊമോഷൻ നടക്കുന്നത് 2017 ബാച്ചും തമിഴ്നാട്ടിൽ ഇപ്പൊ പ്രൊമോഷൻ നടക്കുന്നത് 2016 CGL ബാച്ചാണ്. അപ്പൊ പിന്നെ നിങ്ങളെ ബാച്ചിന്റെ വലുപ്പം അനുസരിച്ചിരിക്കും പ്രൊമോഷൻ. ഇപ്പൊ വലിയ ബാച്ച് നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് 100 പേരുള്ള ബാച്ച് ഇടയ്ക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ ലാഗാവും. ചില ബാച്ചുകളിൽ ചില വർഷം CGL കയറുന്നവർ ഒരു 10-20 ഒക്കെ ഉണ്ടാവും. അപ്പം ഡിപ്പെൻസ് ഓൺ ദാറ്റ്. അതാണ് വേറൊരു ആസ്പെക്ട്. പിന്നെ റിസർവേഷൻ വൈസുള്ള പ്രൊമോഷൻ, അപ്പം SC ST പ്രൊമോഷൻസ് കേരളത്തിൽ ബാക്കി എല്ലാ ഡിസ്ട്രിക്ട്സിനെ അപേക്ഷിച്ചിട്ട് കേരളത്തിൽ കൂടുതലാണ്. കാര്യം ഇപ്പൊ 2019 അതായത് 2022 കയറിയവർ വരെ ഇപ്പൊ പ്രൊമോട്ടഡ് ആയി, അതായത് SC ST റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർ. അപ്പം അതിൽ പല ആസ്പെക്ട്സ് ഉണ്ട്. ഞാൻ ഒരു ആസ്പെക്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. ഡാനിഷ് പറഞ്ഞോളൂ. എന്തോ ഡാനിഷ് എന്തെങ്കിലും ചോദിക്കാനാണോ? ഹലോ, ഓക്കെ. അപ്പോൾ അറിയാതെ ടച്ച് ചെയ്യാൻ തോന്നുന്നു. പിന്നെ വേറെ ആരോ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഇപ്പോൾ GST ആണെങ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 100 days ആണ്. 100 days എന്ന് പറഞ്ഞാൽ അധികവും ക്ലാസ് റൂം ട്രെയിനിങ് ആയിരിക്കും. നമ്മൾ CBL പോലെ അങ്ങനെ വലിയ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരാഴ്ച എനിക്ക് തോന്നുന്നു വെപ്പൺ ട്രെയിനിങ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാഴ്ച വെപ്പൺ ട്രെയിനിങ് ഉണ്ട്. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ 100 days ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ GST ഉണ്ട്. ഭയങ്കര നമ്മളൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡാണ്. നമ്മൾ ജോലിക്കാർ പറഞ്ഞാൽ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചില സ്ഥലത്ത് സ്റ്റാർട്ടിങ്ങിലായിരിക്കും, ചിലർക്ക് ജോയിനിങ്ങിന് മുമ്പേ ഉണ്ടാവും, ചിലത് ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും നല്ല രസമുള്ള ഒരു പീരീഡ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ, CGD ഓഡിറ്റർ ഡീറ്റെയിൽസ് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇപ്പോൾ നേരത്തെ റഷീദ് സാർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. CGD ഓഡിറ്റർ പോസ്റ്റിനെ പറ്റി അതിൽ കിരൺ ആർക്കെങ്കിലും ധാരണ ഉണ്ടോ കൃത്യമായിട്ട്? ഡിഫൻസ് അക്കൗണ്ട്സിലാണ്, ഡിഫൻസിന്റെ ഏരിയാസ് കാര്യങ്ങൾ അവിടെയാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. അവരുടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് പറയാൻ എനിക്കും വലിയ ഐഡിയ ഇല്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും ജനറലി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വോയിസ് ആയിട്ട് വോയിസ് ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോസ്റ്റുകളെ പറ്റിയുള്ള കാര്യങ്ങൾ വൈൻഡ് അപ്പ് ചെയ്തിട്ട് പതുക്കെ നമുക്ക് മറ്റേ വാക്കൻസി കാര്യങ്ങൾ അതിന്റെ നോക്കാം. അല്ല, മെയിനായിട്ട് ഇതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പ്രൊബേഷൻ തീരുന്നതിന് മുമ്പ് ലീവ് എടുക്കാം കേട്ടോ. ലീവ് എടുക്കാന്ന് വലിയ ലോങ് ലീവ് കാര്യങ്ങൾ, ഇപ്പൊ ലീവ് ആയാലും ട്രാൻസ്ഫർ ആയാലും എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ഓഫീസ് ഹെഡ് ആരാണോ അയാൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാ കാര്യവും. നിങ്ങൾ അയാളെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ആയാലും ശരി അല്ലെങ്കിൽ ലീവ് ആയാലും ശരി അതൊക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ എന്ന് പറയാം, നമുക്ക് ലീവ് കാര്യങ്ങളൊന്നും നമ്മൾ റൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ഉണ്ട്, നമുക്ക് സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് റൈറ്റ് ആയാലും പറഞ്ഞ എന്ത് കാര്യങ്ങളായാലും ശരി അതൊക്കെ നമ്മുടെ സീനിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അജ്മൽ പറഞ്ഞോളൂ. അജ്മൽ എന്തെങ്കിലും ചോദിക്കാനാണോ? അതെ സർ. പറഞ്ഞു സർ, ഈ CBSAയിലും IBASലും കളർ ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സ് അലൗഡ് ആണോ? കളർ ബ്ലൈൻഡ് എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് CBICയിൽ മാത്രമേ പ്രശ്നമുള്ളൂ തോന്നുന്നു. CBIയിൽ അങ്ങനെ കളർ ബ്ലൈൻഡ്നസ്, ASO പോസ്റ്റിന് കളർ ബ്ലൈൻഡ്നസ് അങ്ങനെ വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും അത് CBICയുടെ പ്രിവെന്റീവ് അതുപോലെ തന്നെ എക്സാമിനർ, GST ഇങ്ങനത്തെ പോസ്റ്റുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ പോസ്റ്റുകൾക്ക് നമുക്ക് കളർ ബ്ലൈൻഡ്നസ് പറ്റില്ല. പക്ഷെ CBIക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷനിൽ താഴെ ഓരോ പോസ്റ്റിനും കാര്യങ്ങളൊക്കെ അതിന് വേണ്ട ഫിസിക്കൽ ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതിന് ശേഷം പിന്നെ അതല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാം ഓരോന്ന് പ്രത്യേകം പറയേണ്ട വെച്ചിട്ടാണ് ഓരോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങൾ. ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ പ്രൊമോഷൻ കാര്യങ്ങൾ കുറെയൊക്കെ നമ്മുടെ കമന്റിൽ തന്നെ കിരണും വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. ASO in IB കളർ ബ്ലൈൻഡ്നസ് അലൗഡ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. കളർ ബ്ലൈൻഡ്നസ് അങ്ങനെ എല്ലായിടത്തും ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ചില സ്ഥലത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. CBI പോലെ തന്നെയാണ് നിങ്ങൾക്ക് NIA എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. NIAയിലും ഇപ്രാവശ്യം വേക്കൻസി ഉണ്ടോ എന്ന് അറിയില്ല. CBIയിൽ വേക്കൻസി ഉണ്ട്, ഏതായാലും 93 വേക്കൻസി ഉണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് താല്പര്യമുള്ളവർ കേട്ടോ. ഈ കേരളത്തിൽ തന്നെ കിട്ടണം എന്ന് പറഞ്ഞില്ല, നാട്ടിൽ തന്നെ കിട്ടണം എന്ന് ആൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഒന്നും അല്ല. കുറച്ച് ഇങ്ങനത്തെ ഞാൻ നേരത്തെ ME കാര്യം പറഞ്ഞാൽ കുറച്ചൊന്ന് നല്ലൊരു വൈഡായിട്ട് ചിന്തിക്കാനും കുറച്ചൊരു എന്താ പറയാ പുറത്തൊക്കെ ഒന്ന് പോയി വർക്ക് ചെയ്യാനും റെഡിയാണെന്നുള്ള ആളുകൾ മാത്രം. അതിനർത്ഥം നാട്ടിലെടുക്കുന്നവർ മോശമാവുന്നതല്ലേ പറയുന്നത്. അത് ഓരോരുത്തർ ചോയ്സാണ്.
അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ നാട്ടിൽ തന്നെ നിൽക്കണം, എവിടെ പോയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു നല്ല പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓഡിറ്റർ VS TA ബെറ്റർ ഏതാണ്? ബെറ്റർ സാലറി വൈസ് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഓഡിറ്റർ തന്നെയാണ്. പിന്നെ ഓഡിറ്ററിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ, അതായത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് പ്രൊമോഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കേട്ടിട്ടുള്ളത്. ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊമോഷനൊക്കെ സാധ്യത വളരെ വളരെ പതുക്കെയാണ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് പോസ്റ്റുകളെ പറ്റിയും കാര്യങ്ങളും ഒക്കെ. പിന്നെ വേറെ ഒരുപാട് പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മളങ്ങനെ കേരളത്തിൽ അധികം ആളുകൾ ചൂസ് ചെയ്ത് കണ്ടിട്ടില്ല, വളരെ റെയർ ആയിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ചോദിക്കുക, നമുക്കത് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. വേറെ ഏതെങ്കിലും ഡൗട്ട്? ഡെയിലി യൂണിഫോം മാൻഡേറ്ററി ആണെന്ന് ചോദിക്കുന്നുണ്ട്. GST യൂണിഫോം മാൻഡേറ്ററി ഒന്നുമല്ല, യൂണിഫോം ഉണ്ടെന്നേ ഉള്ളൂ. യൂണിഫോം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ വിശേഷ ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ടാൽ മതി. വല്ല റിപ്പബ്ലിക് ഡേയോ GST അല്ലെങ്കിൽ സീനിയേഴ്സ് വരുന്ന ദിവസങ്ങളിൽ, വലിയ വലിയ മന്ത്രിമാരെ വരുന്ന ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ടാൽ മതി കേട്ടോ. അല്ലാത്ത ദിവസം നിങ്ങൾ യൂണിഫോം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. യൂണിഫോം പോസ്റ്റ് പക്ഷേ കസ്റ്റംസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് യൂണിഫോം നിർബന്ധമാണ്. അതും നമ്മൾ ഓരോ സ്ഥലത്ത് ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അമൃത്സറിൽ കസ്റ്റംസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആരും അങ്ങനെ യൂണിഫോം ഇട്ടാറില്ല. പക്ഷേ ചില സീനിയേഴ്സ് ഒരുപാട് നിർബന്ധമായിട്ട് ഇടാൻ പറയും. ശരിക്കും യൂണിഫോം നമ്മളാ നിൽക്കുന്ന സമയത്ത് യൂണിഫോം ഇടാൻ നിർബന്ധമാണ് കേട്ടോ. പക്ഷെ GST അങ്ങനെ വലിയൊരു നിർബന്ധ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നമ്മുടെ പങ്കെടുത്ത ഗസ്റ്റ് എല്ലാവർക്കും, അതിപ്പോ അതുൽ, കിരൺ, പിന്നെ സിദ്ധാർത്ഥ്, റഷീദ്, വിഷ്ണുപ്രസാദ്, ഇവർക്ക് എല്ലാവർക്കും, പിന്നെ വൈഷ്ണവ്, എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇൻകം ടാക്സിൽ ITO കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ആണ്. അതായത് നിങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷൻ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓൾ ഇന്ത്യ ലെവൽ പോസ്റ്റിംഗ് ആണ് കേട്ടോ. അത് മനസ്സിലായിക്കോളൂ. അത് GST ഇൻകം ടാക്സിലായാലും ശരി, GST-യിലായാലും ശരി, നിങ്ങൾ ഒരു 10-20 വർഷം എടുക്കും തോന്നുന്നു. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ് ഓൾ ഇന്ത്യ ലെവൽ പോസ്റ്റിംഗ് നിങ്ങൾ എലിജിബിൾ ആണ്. പക്ഷേ അധികം പേരും ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട് എന്നാണ് കേട്ടത്. ഓക്കെ, പിന്നെ നേരത്തെ MEA പോസ്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ അവിടെ പ്രൊമോഷൻ വളരെ കൂടുതലാണ്. പ്രൊമോഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു 5-8 വർഷം, ഒരു 10-12 വർഷം കൊണ്ട് നിങ്ങൾ അണ്ടർ സെക്രട്ടറി ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ IFS ആണ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് നിങ്ങൾ കൺഫേർഡ് ആയി കിട്ടും. അതുപോലെ തന്നെ കൺഫേർഡ് ആയി കിട്ടുന്ന വേറെ സർവീസ് ആണ് മറ്റേ ഈ GST ഇൻകം ടാക്സ്. അവിടെ നിങ്ങൾക്ക് IRS കിട്ടും. ബാക്കിയെടുത്തൊന്നും അങ്ങനെ CBI നിങ്ങൾ IPS ഒന്നും കിട്ടില്ല കേട്ടാ. പക്ഷേ ഈ MEA-യിലും അതുപോലെ തന്നെ ഈ GST-യിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, IRS IFS കൺഫേർഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ശരി, ഈ ഇത്രയാണ്. വേറെ മെയിൻ ആയിട്ട് പിന്നെ നമുക്ക് കുറച്ച് വേക്കൻസികളെ പറ്റി കാര്യങ്ങളൊക്കെ, എന്തായാലും പങ്കെടുത്ത എല്ലാ ഗസ്റ്റിനും താങ്ക്സ് കേട്ടോ. നമുക്ക് ജസ്റ്റ് വേക്കൻസി ചാർട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ജസ്റ്റ് ഒന്ന് SSC-ന്റെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത വേക്കൻസി ചാർട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഐഡിയ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഓക്കെടാ, ഇതാണ് ലെവൽ 7-ന്റെ മെയിൻ ആയിട്ടുള്ള വേക്കൻസികൾ കാര്യങ്ങൾ. എക്സാമിനർ, PO, GST, ITI, ASO, MEA, ASO, IB, EPFO, റെയിൽവേ, പിന്നെ ഇതിൽ പുതിയ RTA കൊടുത്തിട്ട് ASO, AFHQ, അങ്ങനത്തെ ഇത് ചെറിയ വേരിയേഷൻ അങ്ങോട്ട് കൂടെ വരാൻ സാധ്യതയുണ്ട്. കാരണം SSC-ന്റെ സൈറ്റിലുള്ളതാണ്. പിന്നെ ഈ RTA മറ്റേത് കൊടുത്തിട്ട് എക്സ്ട്രാ കളക്ട് ചെയ്ത കുറച്ച് ഡാറ്റകളൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയ വേരിയേഷൻ ഒക്കെ വരികയാണ്. ടോട്ടൽ 3434 ലെവൽ 7 പോസ്റ്റുകളാണ് നമുക്ക് ഇപ്രാവശ്യം ഉള്ളത്. അതിൽ നോക്കുക, അത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ കാര്യങ്ങൾ കൊടുക്കാം കേട്ടോ. പിന്നെ ഗ്രൂപ്പ് B എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ 7-ഉം ലെവൽ 6-ഉം ആണ് ഗ്രൂപ്പ് B എന്ന് വരുന്നത്. ഗ്രൂപ്പ് B നോക്കിയാണ് ഇപ്രാവശ്യം ഓഫീസ് സൂപ്രണ്ട് ഉള്ളത് കൊണ്ട് തന്നെ 183 എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, 6783 ഓഫീസ് സൂപ്രണ്ട്, പിന്നെ NIA, NCB, JSO, ഇതൊക്കെ ലെവൽ 6 ആണ്. ടോട്ടൽ 7416 അവിടെ ഉണ്ട്. അതായത് ഇതുവരെ കാണാത്ത ഒരു സംഭവം ട്രെൻഡാണ്. വേക്കൻസികൾ എല്ലാ വർഷം കൂടാറുണ്ട്. പക്ഷേ ഗ്രൂപ്പ് B പോസ്റ്റുകൾ വളരെ 4000, 3000, 5000 ലിമിറ്റ് ആയിട്ട് ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഗ്രൂപ്പ് B പോസ്റ്റുകൾ ടോട്ടൽ 10850. സാധാരണ ഗ്രൂപ്പ് C പോസ്റ്റുകളാണ് കൂടുതൽ ഉണ്ടാവാറ്, ഗ്രൂപ്പ് B കുറവാണ്. പക്ഷേ ഇപ്രാവശ്യം നോക്കിയാ ലെവൽ 7-ഉം ലെവൽ 6-ഉം കൂടെ ചേർത്ത് 10850. പ്രത്യേകിച്ച് 27 ഏജ് കഴിഞ്ഞ ജനറൽ ആൾക്കാർക്ക് ഉണ്ട്, അവർക്ക് ഗ്രൂപ്പ് B മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്രാവശ്യം. 10850 പോസ്റ്റുകൾ ഈ 2 പോസ്റ്റുകൾ മാത്രമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ OS-ന്റെ വേക്കൻസി കുറഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ സൈറ്റുകളിലോ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. പിന്നെ RTA കൊടുത്ത് ചിലത് കിട്ടുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വേരിയേഷൻ അങ്ങോട്ട് സംഭവിക്കാം. പിന്നെ ലെവൽ 5 ഈ പറഞ്ഞ പോലെ ഓഡിറ്റർ, അക്കൗണ്ടന്റ് പോസ്റ്റുകൾ വേക്കൻസി ടോട്ടൽ 1466 ഉണ്ട്. ഈ ഓഡിറ്റർ CGD ഒക്കെ നമ്മൾ പറഞ്ഞു 1174 വേക്കൻസി ഉണ്ട്. C&AG വേക്കൻസി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലെവൽ 4 ഈ ടാക്സ് അസിസ്റ്റന്റ്, മെയിൻ ആയിട്ട് വരുന്ന ടാക്സ് അസിസ്റ്റന്റ് ആണ് ലെവൽ. പിന്നെ ഇപ്രാവശ്യം പോസ്റ്റൽ അസിസ്റ്റന്റ് വേക്കൻസി ഇല്ല എന്നാണ് ഇതിലുള്ളത്. പിന്നെ ആരോ RTA കൊടുത്തപ്പോൾ ചില RTA കൊടുത്തപ്പോൾ 2000-ഓളം വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് അടുത്ത വർഷമാണോ ഈ വർഷമാണോ അറിയില്ല. പിന്നെ വേറൊരു RTA വേക്കൻസി 2025 CGL വേക്കൻസി ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പോസ്റ്റൽ അസിസ്റ്റന്റ് ഇപ്രാവശ്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ടോട്ടൽ ലെവൽ 4 നോക്കുകയാണെങ്കിൽ 2266 പോസ്റ്റുകളാണ്, അതായത് വേക്കൻസികളാണ് ഉള്ളത്. നോക്കിയാ ഇതാണ് ഇപ്രാവശ്യത്തെ ടോട്ടൽ വേക്കൻസി. ഇതിൽ ഞാൻ പറഞ്ഞു ചെറിയ വേരിയേഷൻ അങ്ങോട്ട് വരാം കേട്ടോ. കാരണം ഇതിൽ ചിലതൊക്കെ എനിക്കൊന്ന് ജൂലൈ ഓഗസ്റ്റിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതാണ് SSC-ന്റെ സൈറ്റിൽ വേക്കൻസി. അതിനുശേഷം ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതിന് മുമ്പ് എന്തായാലും ഫൈനൽ വേക്കൻസി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ പറ്റും. നോക്കടാ, ലെവൽ 7, ലെവൽ 6, ലെവൽ 5, ലെവൽ 4 ഈ 4 ലെവലാണ് CGL ഉള്ളത്. ടോട്ടൽ 14582. അതിൽ UR 6100 ഉണ്ട്. പിന്നെ OBC 3721, EWS കാര്യങ്ങളൊക്കെ കേട്ടോ.
പിന്നെ നമുക്ക് ഓരോന്നിന്റെ നമുക്ക് സോൺ വൈസ് വേക്കൻസി ഒക്കെ, സോൺ വൈസ് ആണ് എല്ലാം ഞാൻ പറയുന്നില്ല. കേരളം, തമിഴ്നാട്, ബാംഗ്ലൂർ. നോക്കിയേ, GST ഇൻസ്പെക്ടറിന്റെ ടോട്ടൽ വേക്കൻസി തിരുവനന്തപുരത്ത് പ്രാവശ്യം 56 വേക്കൻസി UR ടോട്ടൽ ഉണ്ട്. അതിൽ UR 24, OBC 2 ഉള്ളൂ കേട്ടോ. OBC വേക്കൻസി ഒക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫില്ലായി പോയി തോന്നുന്നു. പ്രാവശ്യം OBC വേക്കൻസി വെറും 2 ഉള്ളൂ. അതുപോലെ തന്നെ EWC SC വേക്കൻസി 16 കൂടുതൽ, SC വേക്കൻസി 16ഓളം വേക്കൻസി ഉണ്ട്. അപ്പോൾ ടോട്ടൽ 56 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇവിടെ തന്നെ കയറിപ്പോ കേട്ടോ. UR വേക്കൻസി ആണ്, എല്ലാവർക്കും എലിജിബിൾ ആയിട്ടുള്ള വേക്കൻസിയാണ്. അപ്പൊ അതിൽ നിങ്ങൾ. പിന്നെ ചെന്നൈയിൽ 87 വേക്കൻസി ഉണ്ട്, ബാംഗ്ലൂർ 104 വേക്കൻസി ഉണ്ട്. ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ OBC കുറച്ച് കൂടുതലുണ്ട്. കാരണം ചില ആളുകൾ OBC കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പോസ്റ്റുകളൊന്നും എലിജിബിൾ ആയിരിക്കില്ല ഈ OBC. കാരണം ഇപ്രാവശ്യം കമ്പ്യൂട്ടറിന്റെ ഒക്കെ മാർക്കൊക്കെ പല ആൾക്കാരും കുറവാണ്. ചില ആൾക്കാർ ജസ്റ്റ് OBC വേക്കൻസി ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ, OBC കട്ടോ. പിന്നെ പ്രിവെന്റീവ് ഓഫീസർ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 17 വേക്കൻസി ഉണ്ട്, UR 7, OBC ഇല്ല, EWC SC ST. അതുപോലെ തന്നെ ചെന്നൈയിലുണ്ട് 83 വേക്കൻസി അവിടെ. പിന്നെ എക്സാമിനർ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 10 വേക്കൻസി ഉണ്ട്, 6 UR ആണ്, 1 OBC, 1 EWS, 2 ST കേട്ടോ. പിന്നെ ചെന്നൈയിലുണ്ട് 32 വേക്കൻസി. പിന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം 40ഓളം വേക്കൻസി ഉണ്ടായിരുന്നു, പ്രാവശ്യം 10 വേക്കൻസി ആണുള്ളത്. അതിൽ 5 UR, 2 OBC കേട്ടോ. പിന്നെ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ 34, 57 വേക്കൻസികൾ. ടോട്ടൽ 389 വേക്കൻസി ഇൻകം ടാക്സ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ താഴെ കൊടുത്തിരിക്കുന്ന ടോട്ടൽ കേരളത്തിലെ വേക്കൻസി അല്ല, ഇത് മൊത്തത്തിലുള്ള വേക്കൻസിയാണ്. ഓരോ വേക്കൻസി കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ജസ്റ്റ് റാൻഡം ആയിട്ട് കൊടുക്കുന്നുള്ളൂ. തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പറഞ്ഞാൽ കസ്റ്റംസിലും ഉണ്ടാവും, GST ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞ CBIC ആണല്ലേ, അപ്പൊ കസ്റ്റംസ് GST സെപ്പറേറ്റ് ഉണ്ടാവും. അതിൽ കസ്റ്റംസിലുള്ളത് 2 ആണ്, CGST ഉള്ളത് 6 ആണ്. ടോട്ടൽ 8 വേക്കൻസി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് കേരളത്തിലുണ്ട്. പിന്നെ ചെന്നൈയിൽ 18 ഉണ്ട്. ചെന്നൈ GST ടോട്ടൽ ചെന്നൈയിൽ 18 അല്ല 28 ഉണ്ട് കേട്ടോ. പിന്നെ ഓഫീസ് സൂപ്രണ്ട്, ഇതാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വേക്കൻസി ഉള്ളത്. ഓഫീസ് സൂപ്രണ്ട് നമ്മൾ പറഞ്ഞു 6000ഓളം വേക്കൻസി ടോട്ടൽ ഉണ്ട്. അതിൽ 149 വേക്കൻസി ഉള്ളത് എന്താണ്, കേരളത്തിലാണ്. അപ്പൊ ഒരു കുറച്ച് മാർക്ക് ബാക്കിലോട്ടാണെങ്കിലും എന്നാൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ CPT പരീക്ഷയ്ക്ക് ക്ലിയർ ആവേണ്ട മാർക്കുകൾ നമുക്കില്ല എന്ന് തോന്നുന്ന ആളുകളാണ്, അവർക്ക് പറ്റിയ പോസ്റ്റാണ് OS. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിന്റെ മാർക്കും വെച്ചിട്ട് മേലെ പോയിട്ട് OS കൊടുക്കാൻ നിൽക്കരുത്. പല ആൾക്കാരുടെയും പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്തിൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഏതാണോ അത് മുകളിൽ കൊടുക്കണം എന്നാണ്. അങ്ങനെയല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ വേക്കൻസികൾ മുകളിൽ കൊടുത്ത് അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ റാങ്ക് അടിസ്ഥാനത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് സിംഗിൾ വിൻഡോ ഏകജാലം എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ +1 +2 അഡ്മിഷൻ കിട്ടി. അത് സെയിം പരിപാടിയാണ്. ടോപ്പ് റാങ്കിൽ ആരാണോ അയാളുടെ പ്രിഫറൻസ് നോക്കിയിട്ട് രണ്ടാമത്തെ റാങ്കിലോട്ട് വരുള്ളൂ. അതിനിടയ്ക്ക് റിസർവേഷൻ കാര്യങ്ങൾ അത് വേറെ പോകും. പക്ഷെ എന്നാലും ആ റാങ്കിനനുസരിച്ച് നോക്കുള്ളൂ. അല്ല നിങ്ങൾ OS കൊടുത്തില്ല, നിങ്ങളുടെ താഴെ ഒരാൾ OS കൊടുത്തു, അതുകൊണ്ട് അവൻ OSന്റെ വേക്കൻസി കൊടുക്കും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള ആളുകൾക്ക് നോക്കുള്ളൂ. അപ്പൊ നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ള പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു ക്രൈറ്റീരിയ, നിങ്ങൾക്ക് ഇന്ന പോസ്റ്റ് കിട്ടിയാൽ മതി, ഇന്ന പോസ്റ്റാണ് എനിക്ക് വേണ്ടത്, അതിൽ ഞാൻ എവിടെ വർക്ക് ചെയ്യാൻ റെഡിയാണെന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ ടോപ്പിൽ കൊണ്ടുപോയിട്ട് ആ പോസ്റ്റ് കൊടുത്തേക്കാം. അതിന്റെ മുകളിൽ പോയിട്ട് വേറൊരു പോസ്റ്റ് കൊടുക്കരുത്. അതിന്റെ മുകളിൽ വേറെ പോസ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴെയൊന്നും നിങ്ങൾക്ക് എലിജിബിൾ ആയിരിക്കില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഡിക്കൽ ക്രൈറ്റീരിയ എലിജിബിലിറ്റി ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം പ്രിഫറൻസ് കൊടുക്കുന്നത്. വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ അത് മുകളിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചില ആൾക്കാർ ഇപ്പത്തെ മാർക്ക് വെച്ചിട്ട് ഞാൻ ആ OBC കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ CPT മാർക്ക് ഒന്നും ഇപ്പൊ നോക്കണ്ട കേട്ടോ. CPT മാർക്ക് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് 30% മാർക്ക് ജനറലിന് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ CPT പോസ്റ്റുകൾക്ക് ഒരു ഹയർ കട്ട് ഓഫ് വേണ്ടി വരും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ഹയർ കട്ട് ഓഫ് എത്രയെന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ അത് 27 ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ഇപ്രാവശ്യം 27 വരണം എന്നൊരു നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായി 2-3 ദിവസമായിട്ട് റാങ്ക് മിത്രയിൽ നമ്മുടെ മാർക്ക് നോക്കിയിട്ട് ഏകദേശം കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ അതിലേക്ക് 27 കിട്ടിയ ആളുകൾക്ക് വളരെ കുറവാണ് കേട്ടോ. ചിലപ്പോൾ 27 അവർ കട്ട് ഓഫ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഈ പോസ്റ്റിലേക്കുള്ള ആളെ കിട്ടി തന്നെ വരില്ല. അപ്പൊ അതുകൊണ്ട് 27 ഒന്നും വരില്ല. ചിലപ്പോൾ 18 തന്നെ ഫിക്സ് ആക്കിയെന്ന് വരാം കേട്ടോ. 18 തന്നെ ചിലപ്പോൾ 2 ഫിക്സ് ആക്കിയെന്ന് വരാം. കാരണം അത്രയും ടഫായിട്ടുള്ള പരീക്ഷയായിരുന്നു. 30ന്റെ മുകളിൽ ക്രോസ് ചെയ്ത ആളുകൾ വിരലുണ്ടാവുന്ന ആളുകളെ കേരളത്തിനൊക്കെ ഉള്ളൂ. ബാക്കി അധികം ഒരു പാസ്സായ ആളുകൾ ഒന്നേ കഷ്ടിച്ച് പാസ്സായി, അല്ലെങ്കിൽ 20, 22, 23 ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് CPTന്റെ മാർക്ക് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് പാസ്സായിട്ടില്ല, അല്ലെങ്കിൽ ആ മാർക്ക് OBC കട്ട് ഓഫ് ഉള്ളൂ, അതുകൊണ്ട് ഈ പോസ്റ്റ് മേലെ കൊടുക്കാന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഏതാണ് ആഗ്രഹമുള്ള പോസ്റ്റ് അത് മുകളിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ടാക്സ് അസിസ്റ്റന്റ് വേക്കൻസി തിരുവനന്തപുരത്ത് 51 വേക്കൻസി ഉണ്ട്. അതിൽ ഓരോ കാറ്റഗറി വേക്കൻസി അത് കിട്ടിയിട്ടില്ല. ഇതാണല്ലോ 51 കേട്ടോ. ചെന്നൈയിൽ 79, 30. പിന്നെ CBDT ഇൻകം ടാക്സിൽ ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ 11 വേക്കൻസി ഉണ്ട്, 7 UR, 9 OBC. ടോട്ടൽ കേരള വേക്കൻസി ഇത്രയും വേക്കൻസിയാണ് കേട്ടോ. ഇത് കേരള സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ട് കേരള വേക്കൻസി വേറെ. ഇപ്പൊ CBIയിലൊക്കെ നമുക്ക് ചിലപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോസ്റ്റിംഗ് അവിടെ നിന്ന് കൊടുക്കുക. അപ്പൊ അവിടെ ചിലപ്പോൾ കേരളത്തിൽ കിട്ടാം. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറെ ഉണ്ട് കേരളത്തിൽ കിട്ടാൻ സാധ്യത. JSO കേരളത്തിൽ കിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ഈ പോസ്റ്റുകൾ മാത്രം കൂട്ടിയിട്ട് കേരളത്തിൽ 308 വേക്കൻസി ഇപ്രാവശ്യം ഉണ്ട്. പക്ഷേ ഞാൻ കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ കേരളത്തിന് കയറാൻ സാധ്യതയുള്ളത് ഒരു 250 അടുത്ത് കുട്ടികളെ ഉള്ളൂ. നോക്കിയേ, വേക്കൻസി അത് കൂടുതലാണ്, കുട്ടികളില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വേക്കൻസി കേരളത്തിൽ കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കും, ചാൻസ് കിട്ടുമോ എന്ന് നോക്കി നടക്കും. പക്ഷേ നമ്മൾ കുട്ടികളില്ല കയറാന്നുള്ളതാണ് പ്രശ്നം.
കാരണം ഇത്രയും വേക്കൻസി, ഇതിപ്പോ 308 ഞാൻ ഇത് മാത്രം കൂട്ടി, ഇത് എല്ലാം കൂടെ കൂട്ടിയാൽ 350 വേക്കൻസി കൂട്ടിക്കോ. അതിന്റെ 250 ആളുകളെ കേരളത്തിൽ കയറാൻ സാധ്യത ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള പോസ്റ്റിലേക്ക് പിന്നെ നോർത്ത് ഇന്ത്യൻസ് വരികയാണ്, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നം കാര്യങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ, അപ്പൊ ഇതാണ് വേക്കൻസി കാര്യങ്ങൾ, വേക്കൻസി അപ്ഡേറ്റ് ഒക്കെ കേട്ടോ. വേറെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സാർ? പുറത്ത് സ്റ്റേറ്റ്സിലെ വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നോടാണ് ചോദിച്ചത്. പിന്നെ പല ആളുകളും ഞാൻ ചിലപ്പോൾ ചണ്ഡീഗഡ് സോണിലാണ് GST കിട്ടിയത്, അല്ലെങ്കിൽ അമൃത്സറിൽ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ പല ആളുകളുടെയും വിചാരം അവിടെയൊക്കെ കിട്ടുമോ, കാരണം നമ്മൾക്ക് നാട്ടിൽ കിട്ടൂല, അവിടെ കിട്ടാൻ സാധ്യത ഉണ്ടോ ചോദിക്കുക. അങ്ങനെ വിചാരിക്കുന്ന ആളോട് പറയാനുള്ളത്, ഞാൻ ചൂസ് ചെയ്ത് പോയതാണ് അവിടെ കേട്ടോ. കാരണം എനിക്ക് രണ്ടാമത്തെ വർഷം 2019 എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഒരു വർഷം ഞാൻ വർക്ക് ചെയ്യേണ്ടി വരുള്ളൂ, എനിക്ക് CBI കിട്ടാനായിരുന്നു ആഗ്രഹം. അപ്പൊ ആ ഒരു വർഷം എവിടെയെങ്കിലും ഒന്ന് പോയി വർക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചൂസ് ചെയ്താണ് ചണ്ഡീഗഡ്. അല്ലാതെ ചണ്ഡീഗഡ് നമ്മളെ കൊണ്ടുപോയിടുന്നില്ല. പിന്നെ എങ്ങനെയാണ് സ്റ്റേറ്റ് പ്രിഫറൻസ് കൊടുക്കാന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് ആണ് കൊടുക്കുക. പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇപ്പൊ GST ഇൻകം ടാക്സ് പോലത്തെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ വിളിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ സോൺ പ്രിഫറൻസ് ചോദിക്കും. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ റാങ്ക് ക്രൈറ്റീരിയൻ ആണ് കേട്ടോ. റാങ്ക് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ ഈ 3 സ്ഥലത്ത് എവിടെയെങ്കിലും ആയിട്ട് കിട്ടുമായിരുന്നു. ഞാൻ ചൂസ് ചെയ്ത് പോയതാണ് അമൃത്സറിൽ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വർക്കിംഗ് എക്സ്പീരിയൻസ്. വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും. എനിക്ക് 2 വർഷം അവിടെ വർക്ക് ചെയ്യും, 2.5 വർഷത്തോളം. ഒരു വർഷം പഞ്ചാബിലും 1.5 വർഷത്തോളം ഡൽഹിയിലോട്ട് വർക്ക് ചെയ്തിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് കേട്ടോ. നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നടക്കൂലെന്നേ ഉള്ളൂ. കുറച്ച് ദൂരമൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇന്ത്യയിൽ എവിടെ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ആ ഒരു കൾച്ചറുമായിട്ടും ആ ഒരു ഫുഡുമായിട്ടും ആ ഒരു ക്ലൈമറ്റുമായിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. എവിടെ വേണമെങ്കിലും കിട്ടിയാൽ പോയി വർക്ക് ചെയ്തോളൂ. പിന്നെ ഒരു ആവേശത്തിൽ പോയിട്ട് എടുക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പലതും ചിലപ്പോൾ പുറത്ത് വർക്ക് ചെയ്ത് ചിലപ്പോൾ നാട്ടിലോട്ട് വരാൻ ബുദ്ധിമുട്ടായി. അപ്പൊ എടുക്കുമ്പോൾ നിങ്ങൾ അത്രയും നിങ്ങൾക്കോട്ട് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു എന്താ പറയാ നിർത്തിപ്പോകേണ്ട അവസ്ഥ വരരുത് കേട്ടോ. ഞാൻ നിർത്തിപ്പോകുന്നത് ഒരിക്കലും ആ ബുദ്ധിമുട്ടുകൊണ്ടല്ല, നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. OS കൊച്ചിയിൽ മാത്രമാണോ കേരളത്തിലുള്ളത്? കൊച്ചിയിൽ നല്ല കേട്ടോ. എവിടെയൊക്കെ ഇൻകം ടാക്സ് ഓഫീസുകളുണ്ട് അവിടെയൊക്കെ OSന്റെ വേക്കൻസി ഉണ്ട്. അല്ലാതെ കൊച്ചിയിൽ മാത്രമല്ല. കൊച്ചി എന്ന് പറയുന്നത് അതിന്റെ സോണാണ് കേട്ടോ. അതായത് ഇതായിരിക്കും നിങ്ങൾ പറയുന്നല്ലേ. അതായത് നമ്മൾ GST നമ്മൾ പറയുന്ന സോൺ തിരുവനന്തപുരം സോൺ എന്നാ പറയാം. ഇൻകം ടാക്സിലാണെങ്കിൽ കൊച്ചി സോൺ എന്നാ പറയാം. കൊച്ചി സോൺ എന്ന് പറഞ്ഞാൽ കേരളമാണ് കേട്ടോ. അല്ല കൊച്ചി മാത്രമാണ് പോസ്റ്റിംഗ് എന്നല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് ഞാൻ നിങ്ങളോട് ഒരുപാട് ആ ഗ്രൂപ്പിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പോസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യും. പല ആളുകളും എന്തോ ഭയങ്കര അത് ഫില്ല് ചെയ്യാൻ ഭയങ്കര മടിയുള്ള പോലെ, എന്തോ നമ്മൾ ആ ഡാറ്റ വെച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൊടുത്ത് എന്തോ ചെയ്യും. അങ്ങനെ നല്ല കേട്ടോ. നമ്മളൊക്കെ നമ്മൾ ഈ കിരണായാലും അതുലായാലും ഇപ്പൊ സംസാരിച്ച ആളുകളൊക്കെ നമ്മളൊക്കെ 2018, 19 വർഷങ്ങൾ ക്ലിയർ ചെയ്ത ആളുകളാണ്. നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയുക യൂണിറ്റി ആയിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പരസ്പരം അറിയുന്ന ആളുകളായിരുന്നു. ഇങ്ങനത്തെ പല പോസ്റ്റ് പ്രിഫറൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഡാറ്റ ഒക്കെ ഗൂഗിൾ ഷീറ്റ് ഒക്കെ ഉണ്ടാക്കിയാണ് ഡാറ്റകളെ കളക്ട് ചെയ്ത് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തർ എവിടെയാണ് എന്തൊക്കെ പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ പല പ്രാവശ്യം ഗ്രൂപ്പിൽ ഞാൻ കാലുപിടിച്ച് പറഞ്ഞു. പക്ഷേ ഒരു 100ഓളം ആളുകളാണ് അത് ഫില്ല് ചെയ്ത് തന്നെ. നിങ്ങൾ കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ ഡാറ്റ കൊടുക്കായിരുന്നു. ഇതിപ്പോ റാങ്ക് മിത്രയിൽ കിട്ടിയ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഓരോരുത്തരുടെ ഡാറ്റയും എടുത്ത് സെപ്പറേറ്റ് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു 2 ദിവസം എടുത്തിട്ട് ഞാൻ തെരഞ്ഞു നോക്കി. അത്രയും എഫേർട്ട് എനിക്ക് എടുക്കേണ്ടി വന്നു ഈ റാങ്ക് ലിസ്റ്റ്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരുടെയും എന്താ പറയാ ഡാറ്റ കിട്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പലതായിരിക്കും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങിയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ SSC മലയാളി വന്നിട്ട് 2020 മുതലേ ഉണ്ട്. അന്ന് മുതലേ ഈ SSC പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന എന്ത് കാര്യങ്ങളാണോ ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പരിപാടികളൊക്കെ. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ശേഷം കണ്ടക്ട് ചെയ്യുന്ന പരിപാടികളൊന്നും അല്ല കേട്ടോ. അപ്പൊ ഒരുപാട് കണ്ടു. ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മളെ ബുക്ക് ഓഫ് വൊക്കാബുലറി ഞാനൊക്കെ ഉണ്ടാക്കി. അതൊക്കെ അന്ന് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷെ അന്ന് ഇതുവരെ ചോദിച്ച കുട്ടികളുടെ പരീക്ഷയ്ക്ക് ചോദിച്ച വൊക്കാബുലറി കാര്യങ്ങൾ വെച്ചിട്ട് ബുക്കൊക്കെ ഉണ്ടാക്കിയത്. ഈ പറഞ്ഞ സംസാരിച്ച ആളുകളൊക്കെ എനിക്ക് എത്രയും പേഴ്സണലായിട്ട് അടുപ്പുള്ള ആളുകളാണ്. ഈ SSC മലയാളി എന്ന് പറയുന്ന സംഭവം നമ്മൾ തുറന്ന സമയത്ത് ഒരുപാട് കുട്ടികളെ, അതായത് ഈ ഒരു ഫീൽഡിലോട്ട് കുട്ടികളെ കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവരണം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഈ സംസാരിച്ചൊക്കെ. അപ്പൊ അന്ന് അത്രയും യൂണിറ്റ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിലൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് അടി കൂടുന്നു കാര്യങ്ങൾ. അപ്പൊ നമ്മളതിന്റെ ഡാറ്റ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അത് കൃത്യമായിട്ടാണ് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ പോസ്റ്റാണ് എപ്പോഴും കൊടുക്കേണ്ടത്. പിന്നെ എന്റെ മുകളിലുള്ള ആൾ ഈ പോസ്റ്റാണ് ചൂസ് ചെയ്യുന്നത്, അപ്പൊ ഞാനത് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും ആ പോസ്റ്റ് പ്രിഫറൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു റാങ്ക് ലിസ്റ്റ്, കേരളത്തിന്റെ മാർക്ക് വെച്ചിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെയോ അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ റാങ്ക് മിത്രേന്റെ ഡാറ്റ വെച്ചിട്ട് എടുത്താണ്. പിന്നെ നമ്മൾ അതിൽ ഫില്ല് ചെയ്യാത്ത നമ്മുടെ ചില SSC മലയാളത്തിന്റെ ചില കുട്ടികളുടെ ഡാറ്റയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു 307 കുട്ടികളുടെ ടോപ്പിൽ വരുന്ന 307 കുട്ടികളുടെ റാങ്ക്. കാരണം ഞാൻ നോക്കുമ്പോൾ അതിന്റെ താഴോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. അതിനെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് അപ്പൊ തന്നെ നമുക്ക് അതിൽ കമ്പ്യൂട്ടർ ക്ലിയർ ചെയ്ത ആളുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, ക്ലിയർ ചെയ്യാത്ത ആളുകളും ഉണ്ട്. പക്ഷെ എന്നാലും അത് വെച്ച് കമ്പ്യൂട്ടർ ക്ലിയർ ചെയ്യാത്ത ആൾ കുറച്ചും കൂടെ അവർക്ക് ബോണസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇത്രയൊന്നും വരില്ല കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു ഡാറ്റ നിങ്ങളൊന്ന് കാണിക്കാം. കേട്ടോ, കുട്ടികളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. ടോപ്പ് ഇത് റാങ്ക് മിത്രന്റെ ആയാലും നമ്മൾ ടോപ്പിൽ കേരളത്തിലുള്ളത് 358 മാർക്കാണ്. അയാളുടെ കമ്പ്യൂട്ടർ സ്കോർ 16 OBC കാറ്റഗറി കട്ട് ഓഫ് മാത്രമേ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാർക്ക് തന്നെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ OBC വേക്കൻസി മാത്രമേ. പക്ഷേ കേരളത്തിലെ ടോപ്പർ ഇതുവരെ അറിഞ്ഞതില്ല കേട്ടോ.
ഇതിൽ എനിക്ക് തോന്നുന്നു ചില സൈറ്റിൽ ഞാൻ 362 കണ്ടു. പക്ഷെ അത് ഇയാളെ ഞാൻ തോന്നുന്നു, കാരണം ഇവർ ചിലപ്പോൾ എനിക്ക് ആ ഒരു 4 മാർക്ക് മാത്സിന്റെ ഒരു 4 മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും 362 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അറിഞ്ഞതിൽ ഇതാണ് ടോപ്പർ. പിന്നെ 357 ഉണ്ട്. പിന്നെ അവര് കമ്പ്യൂട്ടറിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടില്ല. പിന്നെ 355, 54, 53 ഇങ്ങനെ പല കാറ്റഗറി. ഇപ്പൊ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് ലെറ്റർ ഇതിന്റെ ഇടയ്ക്കുള്ള സ്റ്റാർ നോക്കേണ്ടതാണ്. അത്ര പേരിന്റെ അത്ര സ്പെല്ലിംഗ് ഒന്നല്ല, ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് സ്റ്റാർ കൊടുത്തതാണ്. അല്ലാതെ അപ്പൊ ഇത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് ലെറ്റർ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ ഏകദേശം ഐഡിയ കിട്ടും. അപ്പൊ ഇത്രയും ആളുകളുണ്ട് എടാ. 340 330 നോക്കിയാൽ 330ന്റെ മുകളിലുള്ള തന്നെ എത്ര ആളുകളുണ്ട് കേരളത്തിൽ നിന്ന്? 330ന്റെ മുകളിൽ തന്നെ 77 ആളുകളുണ്ട് എടാ. പിന്നെ അങ്ങനെ താഴോട്ട് പോവാണെങ്കിൽ താഴോട്ട് പോവാണെങ്കിൽ ഇപ്പൊ ഒരു 300, എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഏകദേശം ഒരു ഇത് വെച്ചിട്ട് ഒരു 320ന്റെ മുകളിലൊക്കെ കിട്ടാനുള്ള സാധ്യത. കാരണം നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് നിങ്ങൾ ഏജ് ക്രൈറ്റീരിയ ഓവറായിട്ട് കടന്നിട്ടില്ല, അതായത് നിങ്ങൾക്ക് എല്ലാ പോസ്റ്റും എലിജിബിൾ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 320ന്റെ മുകളിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനൊന്നും പറയുന്നില്ല, കാരണം കമ്പ്യൂട്ടറിന്റെ മാർക്ക് വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. 320ന്റെ താഴെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടി വരും. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഞാൻ നോക്കി ഏറ്റവും ലാസ്റ്റ് വന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ 307 ആണ്. ഇയാൾ റാങ്ക് മിത്രയിൽ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 16,000 ആണ്. നമുക്ക് വേക്കൻസി 14,000 അല്ലെങ്കിൽ 15,000 ഉള്ളൂ. ഈ 15,000 വേക്കൻസിയിലാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കമ്പ്യൂട്ടർ ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ 10,000 റാങ്ക്. 10,000 കേരളത്തിൽ UR വേക്കൻസി കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം നമ്മൾ കണ്ടു UR വേക്കൻസി വെറും 6,700 വേക്കൻസി ഉള്ളൂ. ഈ UR-ൽ എന്ത് ചെയ്യും? UR കാൻഡിഡേറ്റ്സ് മാത്രമല്ല വരിക, UR കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന എല്ലാവരും UR-ലാണ് വരിക. OBC ആയാലും SC ആയാലും ST ആയാലും ഒക്കെ UR കട്ട് ഓഫ് ആണ് അവർ ക്ലിയർ ചെയ്യുന്നെങ്കിൽ അവർക്കൊക്കെ UR പോസ്റ്റുകളാണ് കൊടുക്കുക. അവർക്ക് UR വേക്കൻസികൾ ഇല്ലെങ്കിൽ മാത്രമേ അവരുടെ കൺസേർട്ട് കാറ്റഗറിയിലെ പോസ്റ്റുകൾ നോക്കുകയുള്ളൂ. അപ്പൊ ഈ 6,000ന്റെ മുകളിൽ ഈ ആളുകൾ വീണ്ടും ബാക്കിയുള്ള OBC-ന്നും SC ST എന്നൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും? ഇതിലോട്ട് വരും. അപ്പൊ പിന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ കിട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാർക്ക് എന്തെങ്കിലുമൊക്കെ ആൻസർ മാറിക്കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കിട്ടൂല എന്ന് വിചാരിച്ച് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാതിരിക്കരുത്, കൊടുക്കുക. നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ല, SSC ആണ്, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോ ഇതിനോട്ട് മാർക്കുള്ളവരൊക്കെ ഇപ്പൊ ഞാൻ ജനറലിന്റെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇതിന്റെ താഴോട്ട് പിന്നെ OBC ഒക്കെ ആണെങ്കിൽ ജനറലിനേക്കാൾ ഒരു 10 മാർക്ക് മാക്സിമം കട്ട് ഓഫ് കുറയാറുണ്ട്. ഒരു SC ST ആണെങ്കിൽ 20, ST ആണെങ്കിൽ ഒരു ജനറലിന് ഒരു 30 മാർക്കൊക്കെ താഴെയാണ് കട്ട് ഓഫ് സാധാരണ ഇതിൽ വരാറുള്ളത്. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അടുത്ത വർഷത്തെ CGL പരീക്ഷ ഈ അടുത്ത് തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്കാണ് ഈ മാർക്കെല്ലാം കിട്ടിയത്. നിങ്ങൾ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 2 മാസം കഴിഞ്ഞ് അടുത്ത പരീക്ഷ വരുന്നുണ്ട്. നല്ല മാർക്കുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മടിച്ച് നിൽക്കരുത്. നിങ്ങൾ ചിലപ്പോൾ കമ്പ്യൂട്ടർ കട്ട് ഓഫ് ചിലപ്പോൾ ഒരു ആൻസർക്ക് അങ്ങോട്ടോ കൊണ്ട് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ചിലപ്പോൾ കയറിയില്ല എന്ന് വരും. നിങ്ങൾ ഇത്രയും കാലത്ത് പ്രിപ്പയർ ചെയ്ത് മൊത്തം വെള്ളത്തിലായി പോകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും SSC-നെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും കയറുന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഫൈനൽ പേര് വരുന്നത് വരെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൂടാ. അത് ആരായാലും ശരി, ടോപ്പ് റാങ്കിലുള്ളവരായാലും ശരി, താഴെയുള്ളവരാണെങ്കിലും ശരി, കണ്ടിന്യൂ ചെയ്തോളാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് മുന്നത്തെ കുറെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. കാരണം 2 മാസം 3 മാസം കഴിഞ്ഞാൽ തൊട്ടടുത്ത് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്ന് പിന്നെ സെപ്റ്റംബറിലായിരുന്നു പരീക്ഷ. ഒരു 6-7 മാസം സമയമുണ്ട്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർച്ചിൽ റിസൾട്ട് വന്നാൽ ഏപ്രിൽ മെയ് 2 മാസം കൊണ്ട് പരീക്ഷയാണ്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 2 മാസം കൊണ്ട് അടുത്തൊരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നല്ല കാരണം ഇപ്പൊ ഈ റാങ്ക് ലിസ്റ്റിൽ കാണുന്ന പല ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ ബാക്കിലായപ്പോൾ ആളുകളാണ്. ഇപ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ ബാക്കിലായി പോകണമെങ്കിൽ അടുത്ത പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ നോക്കി ഈ മുകളിൽ നിൽക്കുന്ന പല ആളുകൾ നമുക്ക് പേഴ്സണലി അറിയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിലൊന്നും ഇല്ലാത്ത പ്രിലിംസ് പോലും ആൾക്കാർ കയറാത്ത ആളുകളുണ്ട് ഇതിൽ ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വിചാരിച്ചാൽ അതൊക്കെ നടക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സർ, പോസിബിലിറ്റി ഫോർ എനി ക്വസ്റ്റ്യൻസ് ബോണസ് ഇൻ കമ്പ്യൂട്ടർ കാര്യത്തിൽ ഞാനൊന്നും കമന്റ് ചെയ്യുന്നില്ല. കാരണം പല RTA റിപ്ലൈ വന്നു എന്ന് പറഞ്ഞു, അതിലൊന്നും ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ കിട്ടി. അപ്പൊ പിന്നെ ബോണസ് കിട്ടുമല്ലേ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, കിട്ടുമെന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് SSC-ക്ക് വിടാം. എന്തായാലും ഒരു 1 വീക്കിന്റെ ഉള്ളിൽ നമുക്ക് പോസ്റ്റ് പ്രിഫറൻസ് ഫോം ഫിൽ ചെയ്യാൻ വരും തോന്നുന്നു. പോസ്റ്റ് പ്രിഫറൻസ് വന്നു കഴിഞ്ഞാൽ മാക്സിമം 1-2 വീക്സിന്റെ ഉള്ളിൽ റിസൾട്ടും സാധാരണഗതിയിൽ വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സെയിം ഡേറ്റിലായിരുന്നു Tier 2 പരീക്ഷ കഴിഞ്ഞത്. മാർച്ച് 10-ന് 12-ന് റിസൾട്ടും വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത് നോക്കി നിൽക്കട്ടെ കേട്ടോ. നമ്മളെ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തോളാം, ബാക്കിയുള്ള ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അപ്പൊ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. ബോണസ് കിട്ടുമോ ഇല്ലേ ചെയ്യാം, മാർക്ക് കുറവുള്ള ആഘോഷിച്ച് ടെൻഷനോ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങളെ പ്രിപ്പറേഷനെ ബാധിക്കാതെ, കാരണം അതിന്റെ സമയം കഴിഞ്ഞു. മാർക്കൊക്കെ വന്നിട്ട് ഒരു മാസത്തിന്റെ അടുത്ത് ആവാനായി. അപ്പൊ ഇനി അത് ആലോചിച്ചിരിക്കാൻ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തോളാം. മറ്റേ നിങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിൽ വേറെ ആൾക്കാർ കയറി പോയി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പല ആൾക്കാർ എന്നോട് പറഞ്ഞു നല്ല മാർക്ക് കിട്ടിയ ആൾ കമ്പ്യൂട്ടറിൽ കുറച്ച് ബാക്കിലേക്ക് പോകും, ഞാൻ നിർത്തുകയാണ് സാർ, ഇനി ബാങ്കിന്റെ കോച്ചിങ്ങിന് പോകാന്നൊക്കെ പറയാം. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇത്രയും കാലം അവിടെ ഉണ്ടാക്കി വെച്ച സാധനം ഒറ്റടി കളഞ്ഞിട്ട് നിങ്ങൾ ബാങ്കിലോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ആദ്യം മുതൽ. ആ സമയം അടുത്ത വർഷം നന്നായിട്ട് ഒരു പ്രിപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിൽ വരാൻ 100 ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം ഓർത്തോളൂ കേട്ടോ. പല സ്റ്റേറ്റ്സിലും ഇലക്ഷൻ ഉള്ളതുകൊണ്ട് റിസൾട്ട് ഡിലേ ഉണ്ടാകുമോ? എടാ, അത് നമുക്ക് പറയാൻ പറ്റൂല. ഇലക്ഷൻ ഉണ്ട്, പല സ്റ്റേറ്റിലൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് ഒരു മേജർ 3 സ്റ്റേറ്റിലേ ഉള്ളൂ, കേരളം, തമിഴ്നാട്, ബംഗാൾ. ഈ 3 സ്റ്റേറ്റിൽ മാത്രം പരീക്ഷ ഇലക്ഷൻ നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അല്ല, അതിന് മുമ്പത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഇലക്ഷൻ ആയിരുന്നു, ജനറൽ ഇലക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് ആണ് കുറച്ച് എക്സാം കാര്യങ്ങളൊക്കെ ഡിലേ വന്നത്. പ്രാവശ്യം ജസ്റ്റ് 3 സ്റ്റേറ്റിൽ അങ്ങനെ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ഡിലേ വരാനാണെങ്കിൽ എല്ലാ വർഷവും ഏതെങ്കിലും സ്റ്റേറ്റിലായിട്ട് ഇലക്ഷൻ ഉണ്ടാവും കേട്ടോ. പ്രാവശ്യം ബംഗാൾ, കേരളം, തമിഴ്നാട് ഈ 3 സ്ഥലത്ത് മാത്രമേ ഇലക്ഷൻ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇലക്ഷൻ ഇല്ല.
അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക കേട്ടോ, ഇതൊക്കെയാണ് മാർക്കുകൾ, ഇതൊക്കെ കുട്ടികൾ സ്കോർ ചെയ്ത മാർക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് കുറഞ്ഞു പോയത്, എവിടെയാണ് വീക്ക് കാര്യങ്ങൾ, നമ്മളെ പോലെ തന്നെ പഠിച്ച ആളുകളാണ് ഈ മാർക്കുകളെല്ലാം നന്നായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് പല ആളുകളും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എവിടെ അത് കുറഞ്ഞു പോയി എന്തെന്നുള്ളത് കൃത്യമായിട്ട് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ പോസ്റ്റ് പ്രിഫറൻസ് ഫില്ല് ചെയ്യുമ്പോഴൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതാണോ പോസ്റ്റ് വേണ്ടത് അത് മുകളിൽ കൊടുക്കുക. അല്ലാതെ നിങ്ങളുടെ താഴെയുള്ള ഒരാൾ കൊടുത്ത് നിങ്ങളുടെ പോസ്റ്റ് കൊണ്ടുപോകില്ല. പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കണം, പല ആൾക്കാർ എന്നോട് പറയുന്നത് കേട്ടു, ഞാൻ OBC കട്ട് ഓഫ് കയറിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് CPT പോസ്റ്റുകളൊന്നും പറ്റില്ല, പിന്നെ ഞാൻ ഇൻകം ടാക്സ് മുകളിൽ കൊടുത്തു, രണ്ടാമത് OS പോസ്റ്റ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നല്ല മാർക്കുള്ള ആളൊക്കെ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് CPT പോസ്റ്റ് പറ്റില്ല എന്ന് ആരാ പറഞ്ഞത്? നിങ്ങളാ പറഞ്ഞത്. ഫൈനൽ മാർക്ക് വന്നിട്ടില്ല, ഫൈനൽ മാർക്ക് വരാതെ CPT പോസ്റ്റ് നിങ്ങൾക്ക് പറ്റുമല്ലേ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഇനി മാർക്ക് അതിന് മുമ്പ് വന്നിട്ടില്ലെങ്കിൽ മാർക്ക് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം സാധാരണഗതിയിൽ ഫൈനൽ റിസൾട്ടിന് മുമ്പ് ഫൈനൽ മാർക്ക് വരാറില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മുകളിൽ നിങ്ങൾക്ക് വേണ്ട പോസ്റ്റുകൾ കൊടുത്തതിന് ശേഷം താഴെ കൊടുത്താൽ മതി OS കേട്ടോ. അല്ലാതെ ഫസ്റ്റ് നിങ്ങൾ OS രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ OS ഒക്കെ നല്ല മാർക്കുള്ള ഒരാൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള ഒരു പോസ്റ്റും പിന്നെ നിങ്ങൾ എലിജിബിൾ ആവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഫൈനൽ ആൻസർ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ CPT കട്ട് ഓഫ് നിങ്ങൾ കടന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ താഴെ GST പോലത്തെ പോസ്റ്റുകൾ കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ടോപ്പ് മാർക്കിലൊക്കെ വന്ന ആളുകൾ ഇവിടെയൊക്കെ ഒരു റാങ്ക് മിത്രേന്റെ റാങ്കൊക്കെ നോക്കുമ്പോൾ ഒരു 100-നുള്ളിൽ റാങ്ക് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള നേരത്തെ പറഞ്ഞ MEA പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക കേട്ടോ. അതായത് ഹോം സിക്നസ് പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ല, എവിടെ വേണമെങ്കിലും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഏത് കൺട്രിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇവർ മാത്രമല്ല, ഒരു OBC ആണെങ്കിൽ 200, 300, 100-ഓളം വേക്കൻസി ഉണ്ട്. OBC ആകുമ്പോൾ ഒരു 300-400 വന്നാൽ തന്നെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ താഴോട്ട് വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം, കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചൂസ് ചെയ്തോളാം. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തും കാര്യം ഒരുപാട് എക്സ്പോഷറും ഒരുപാട് സ്ഥലത്ത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കര ഡൈനാമിക് ആണ് വർക്ക് കാര്യങ്ങളൊക്കെ. പല സ്ഥലത്ത് പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു. അതിന്റെ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് നിങ്ങളെ ഏറ്റെടുത്തില്ല. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിനെ അങ്ങ് ദത്തെടുത്ത്. ബാക്കിയുള്ള പേരൊക്കെ അതിന്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊന്നും കൂടെ കൂടുതലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ടാക്സ് പോലും നിങ്ങൾ കിട്ടുന്ന സാലറിക്ക് നിങ്ങൾ അടക്കണ്ട എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പോസ്റ്റുകൾ കാര്യങ്ങൾ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ വേറെ പോസ്റ്റുകളെ പറ്റി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോസ്റ്റുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന്റെ നമ്പർ കാര്യങ്ങൾ നിങ്ങൾക്ക് തരാം കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വേറെ ഇനി ഡൗട്ട്? പിന്നെ ഈ സെഷൻ നമ്മുടെ ആപ്ലിക്കേഷനിലായതുകൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഇതിൽ ഒരാഴ്ചത്തേക്ക് അവൈലബിൾ ആയിരിക്കും. അവരോട് വേണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് ആ പോസ്റ്റുകൾ വന്ന് കാണാൻ പറ്റും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ കൊണ്ട് വരാൻ പറ്റാത്തതായിരിക്കും കേട്ടോ. അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഗൂഗിൾ മീറ്റിലാണ് കണ്ടക്ട് ചെയ്തെങ്കിൽ അത് കണ്ടക്ട് ചെയ്ത മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ആപ്പിലോട്ട് മാറ്റിയത്. അപ്പൊ ഇതിൽ ഈ സംഭവം ഉണ്ടാവും. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പങ്കെടുക്കാൻ പറ്റാത്ത ഫ്രണ്ട്സിനൊക്കെ പറയാം കേട്ടോ. താങ്ക് യു ഫോർ സെഷൻ സാർ, വാസ് റിയലി യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? യൂസ്ഫുൾ ആയിരുന്നു? ബാക്കിയുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. നമുക്ക് ആ നിങ്ങളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നിങ്ങളോട് ഇതുപോലെ ഡാറ്റ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരിക്കലും നമുക്ക് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാനല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു ഡാറ്റ 307 ആൾക്കാരുടെ ഡാറ്റ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ഡാറ്റ ഇരുന്ന് റാങ്ക് മിത്ര എന്റെ ഇതിൽ എടുത്ത് നോക്കിയിരുന്ന് ഈ ആളുകൾക്ക് ഏതാണെന്ന് അറിഞ്ഞ അവരുടെ കാര്യങ്ങളും പോസ്റ്റൊക്കെ നോക്കി. കാരണം ഇതിൽ ചില ആളുകൾ ചിലപ്പോൾ ഈ പേര് നമ്മളിങ്ങനെ കാണുമെങ്കിൽ കേരള എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ഔട്ട് ഓഫ് കേരള ആയിരിക്കും. ഇപ്പൊ ടോപ്പിൽ കിട്ടിയ കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ അതിലുണ്ടെങ്കിൽ അവർക്ക് ഔട്ട് ഓഫ് കേരള, ഇപ്പൊ ശർമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ഗുപ്ത എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് ഉണ്ടാവും. അവർക്ക് ഔട്ട് ഓഫ് കേരളയാണ്. പക്ഷെ അവർ കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ടോ, കാരണം വർക്ക് ചെയ്യുന്ന കേരളത്തിലായിരിക്കും. അപ്പൊ കേരളത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് കയറാം. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഓരോരുത്തരുടെ പേരും സെർച്ച് ചെയ്ത് നോക്കി അതിൽ പരമാവധി ഉറപ്പായിട്ട് കേരളത്തിന് പുറത്താന്ന് ഉറപ്പുള്ള ആളുകളെ ഒഴിവാക്കി ഉണ്ടാക്കിയ റാങ്ക് ലിസ്റ്റ് ആണ്. ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടാവും. കാരണം ചില ആളുകളൊന്നും ചില ആളുകളൊന്നും ഡാറ്റ റാങ്ക് മിത്രയിൽ കൊടുത്തിട്ടില്ല, അപ്പോൾ ഡാറ്റ നോക്കുമ്പോൾ കാണുന്നില്ല. അവരെ ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ദയവേദി വരിക. കാരണം നിങ്ങൾ ആരുടെ ശത്രുക്കളല്ല നമ്മൾ എന്നുള്ളത്. കാരണം നമ്മൾ ഞാൻ പറഞ്ഞത് 2 വർഷമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് അതിന്റെ മുമ്പേ നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 4 വർഷം 2020 മുതലേ കൃത്യമായിട്ട് ഈ കുട്ടികൾക്ക് വേണ്ട. കാരണം അപ്പൊ അതിന്റെയൊക്കെ ഒരു റിസൾട്ട് ആണെന്ന് തോന്നി എനിക്ക്. കാരണം പണ്ടൊക്കെ നമ്മൾ 2018 മുതൽ 22 വരെ നോക്കുകയാണെങ്കിൽ ടോപ്പ് 100 എടുത്താൽ അതിൽ ഒരാളെങ്കിലും ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടാവുള്ളൂ. ഏതൊരു വർഷം ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ വർഷം റാങ്ക് മിത്രയുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് 3 കാണുന്ന ആളുകളൊക്കെ എന്താണ് അത് ഓൾ ഇന്ത്യ 100 ഉള്ളിലാന്ന് തോന്നുന്നു. 100 മാക്സിമം 150 ഉള്ളിലൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം നോക്കുക, കഴിഞ്ഞ പ്രാവശ്യം 100 3 പേരുണ്ടായിരുന്നു. ഒരാളുടെ റാങ്ക് 106 ആണ്. ജസ്റ്റ് 100 പുറത്തായിട്ടുള്ളൂ. അതായത് ജനറലി പറയുകയാണെങ്കിൽ 100 4 പേരുള്ളതിന് തുല്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ അവയർനെസ് കൂടുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് കുട്ടികൾ കൂടുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട കേരളത്തിൽ നിന്ന് കൂടുതൽ കുട്ടികൾ വരുമ്പോൾ നിങ്ങളുടെ ചാൻസ് പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നോക്കിയേ 350ഓളം വേക്കൻസി ഉണ്ട്. ഇതിൽ നോക്കിയേ, ഇതിൽ ഏകദേശം ഒരു 200 ഇതാ നോക്കിയേ. ഈ 200-ന്റെ മുകളിൽ 250-ന്റെ മുകളിൽ ആളുകൾ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. താഴോട്ട് പോകുന്നവർ മാർക്ക് വളരെ കുറവാണ്. അപ്പൊ അവർ കിട്ടാനുള്ള സാധ്യത കുറവാണ്.
കേട്ടോ. പക്ഷെ 350 വേക്കൻസിയും 250 ആളുകളാണ് കേരളത്തിൽ ക്ലിയർ ചെയ്യുന്നത്. അത്ര ആളുകൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവയർനെസ് കൂടുന്നതുകൊണ്ട് നമുക്ക് നല്ലത് തന്നെയാണ്. കൂടുതൽ കുട്ടികൾ ഇതിലോട്ട് വരട്ടെ കേട്ടോ. അതൊക്കെ നമുക്കിതിൽ അത്യാവശ്യമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പരമാവധി എന്ത് ചെയ്യാം, ഒരു മിനിറ്റ്, പരമാവധി വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. കാരണം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ജാടയാണ് കാര്യങ്ങൾ, അങ്ങനെയൊന്നുമല്ല. ക്ലാസ്സിലാകുമ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കോളുകൾ എടുക്കാൻ പറ്റാറില്ല. അതൊക്കെ ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ റിപ്ലൈ കൊടുക്കാറാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. 8891278490. ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി ആരെങ്കിലും ഒക്കെ ഇതുപോലെ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ കോഴ്സിന് കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ SC മലയാളത്തെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 8089447765 ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും ഇവിടെ ഞാൻ കോഴ്സിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി അത്യാവശ്യം മാർക്കുള്ള ആളുകളൊക്കെയാണ്. ഇനി മിഷൻ ബാച്ച് ഒക്കെ നമ്മൾ മറ്റന്നാൾ മിഷൻ ബാച്ച് ഓൾറെഡി ഇതിൽ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയി. ഒരു മിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകളും മറ്റന്നാൾ നമ്മൾ ഒരു മിഷൻ ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കാം കോഴ്സിന്റെ കാര്യം. പക്ഷെ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യണമെന്നുള്ള ആൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. 8891278490. ഓക്കെ ഏടാ. അപ്പൊ ശരി, പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. 1.5 മണിക്കൂറായി, ഇനി അധികം ലേറ്റ് ആക്കുന്നില്ല. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. നന്നായിട്ട് പോസ്റ്റ് റെഫറൻസ് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു, ഗുഡ് നൈറ്റ്.